ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، نحمده ونستعينه ونؤمن به ونتوكل عليه، ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له، ونشهد أن لا إله إلا الله وحده لا شريك له، ونشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. الصلاة والسلام عليكم يا سيدي يا رسول الله. خذ بيدي قلت حيلتي أدركني يا رسول الله. وصل على جميع الأنبياء والمرسلين والحمد لله رب العالمين. ആദരണീയരായ മുതഅല്ലിമീങ്ങളെ, പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ തിരുപ്പിറവിയോടനുബന്ധിച്ച് ആഘോഷവും സന്തോഷവും രേഖപ്പെടുത്തി ഒരുമിച്ച് കൂട്ടപ്പെട്ട മജ്ലിസിലാണ് നമ്മളെല്ലാവരും ഉള്ളത്. മുബാറക്കായ ഈ മജ്ലിസിൽ പങ്കെടുത്ത മുഴുവൻ ആളുകളെയും, ഇതിനോട് സഹകരിച്ചവരും സഹായിച്ചവരും ആയ എല്ലാ ആളുകൾക്കും അല്ലാഹു ദുനിയാവിലും ആഖിറത്തിലും വിജയവും സന്തോഷവും പ്രദാനം ചെയ്യുമാറാവട്ടെ. ബഹുമാനപ്പെട്ട സുലൈമാൻ ഫൈസി ഉസ്താദ് അവർകൾ, ഞാൻ ഗൾഫിൽ ചെല്ലുമ്പോഴാണ് അദ്ദേഹത്തിന്റെ ക്ലാസ്, പലപ്പോഴും നേരത്തെ പറഞ്ഞതുപോലെ ഈ ഇന്റർനെറ്റും ക്ലാസ് റൂമൊക്കെ ഗൾഫിൽ പോകുമ്പോഴാണ് സാധാരണ കാണാറും കേൾക്കാറൊക്കെ ഉള്ളത്. ഇവിടെ നിന്ന് അതിന് നേരം കിട്ടൂല, അങ്ങനെ കമ്പ്യൂട്ടറായിട്ട് നടക്കുന്ന സ്വഭാവവും ഇല്ല. അപ്പൊ അവിടെ അദ്ദേഹത്തിന്റെ ആഴമേറിയ കർമ്മശാസ്ത്ര വിശദീകരണ ക്ലാസുകൾ പലപ്പോഴും കേൾക്കാൻ സാധിച്ചിട്ടുണ്ട്. ഒരുപാട് ആളുകൾക്ക് സംശയ നിവാരണത്തിനുള്ള അവസരം, ഒരു നല്ല ഇൽമിന്റെ ലോകത്തേക്കുള്ള ഒരവസരം അദ്ദേഹത്തിലൂടെ പലപ്പോഴും ഗൾഫിലെ പ്രവാസികളായ സുഹൃത്തുക്കൾക്ക് ഉണ്ടാവാറുണ്ട്. അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ കർമ്മധീരനായ പോരാളിയും എല്ലാമായ ബഹുമാനപ്പെട്ട സുലൈമാൻ മുസ്ലിയാർ ഫൈസി ഉസ്താദ്, അല്ലാഹു അവർക്ക് ആഫിയത്തുള്ള ദീർഘായുസ്സ് കൊടുക്കട്ടെ. നാളെ അദ്ദേഹം പോവുകയായതുകൊണ്ട് കൂടുതൽ സംസാരിപ്പിക്കുന്നതും ശരിയല്ലല്ലോ, ക്ഷീണമൊക്കെ ഉണ്ടാവും. അതായതുകൊണ്ട് ഞാൻ ഒരു കുറഞ്ഞ സമയം നിങ്ങളോട് നസീഹത്ത് ചെയ്ത് ഇൻഷാ അല്ലാഹ് നമുക്ക് ദുആ ചെയ്ത് പിരിഞ്ഞു പോകാവുന്നതാണ്. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ ജനനം കൊണ്ട് അനുഗ്രഹീതമായ വിശുദ്ധ റബീഉൽ അവ്വലാണ് ഇപ്പൊ നമ്മിലേക്ക് കടന്നു വന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വ്യക്തിത്വവും ആ ജീവിത സന്ദേശങ്ങളും അവിടുത്തെ ജീവിത ചരിത്രങ്ങളും മുസ്ലിം ലോകം കൂടുതൽ പഠിക്കുകയും അത് പ്രചരിപ്പിക്കുകയും ചെയ്യേണ്ട ഒരു സമയമാണ് വിശുദ്ധ റബീഉൽ അവ്വൽ എന്ന് ആദ്യമായി ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതത്തെ വളരെ വ്യക്തമായും കൃത്യമായി ലോകത്ത് അടയാളപ്പെടുത്തപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് സത്യം. അവിടുന്ന് ലോകത്തോട് വിട പറയുന്ന സമയത്ത് അവിടുത്തെ ശരീരത്തിലെ താടി രോമത്തിൽ എത്ര രോമങ്ങൾ നരച്ചിരുന്നു എന്നതുപോലും കൃത്യമായി രേഖപ്പെടുത്തപ്പെട്ട ചരിത്രത്തിൽ ഏറ്റവും ശ്രദ്ധേയമായ ഒരു വ്യക്തിത്വത്തിന്റെ ഉടമ അത് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ നേതാവിനെ പോലെ മറ്റൊരു മനുഷ്യനെ ലോകത്തിന്റെ ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നില്ല.
അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു വിപ്ലവകാരിയും ഒരു പോരാളിയും ഒരു ദാർശനികനും ഒരു സമരനായകനും ഒന്നും ആയിരുന്നില്ല. എന്നാൽ ആ പറയപ്പെട്ട എല്ലാ വിശേഷണങ്ങളും അള്ളാഹുവിന്റെ റസൂലിൽ നമുക്ക് കാണാൻ കഴിയുമായിരുന്നു. ലോകത്തിന്റെ ചരിത്രത്തിൽ വിപ്ലവ നായകന്മാരായി ലോക ജനതയെ സ്വാധീനിച്ച വലിയ വലിയ ആളുകളുടെ ചരിത്രം നാം പരിശോധിക്കുമ്പോൾ ചില സാഹചര്യങ്ങളും അല്ലെങ്കിൽ ജീവിതത്തിൽ അവർക്ക് അനുഭവപ്പെട്ട ചില അനുഭവങ്ങളുമാണ് അവരാ പോരാളികളും നായകന്മാരും നേതാക്കന്മാരും ഒക്കെ ആക്കി മാറ്റിയതെങ്കിൽ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ ജീവിതത്തിന്റെ ഒരു യാദൃശ്ചികതയിൽ നിന്ന് മഹത്വത്തിലേക്ക് ഉയർന്നു വരികയായിരുന്നില്ല എന്ന് ആ ജീവിതത്തെ പഠിക്കുമ്പോൾ നമുക്ക് വിലയിരുത്താൻ സാധിക്കുകയാണ്. അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതം, ആ ജനനം ലോക ചരിത്രത്തിൽ ഒരു വ്യക്തിക്കും ഇല്ലാത്ത നിലക്ക് ലോകാരംഭം മുതൽ വിളംബരം ചെയ്യപ്പെടുകയും അത് പ്രഖ്യാപിക്കപ്പെടുകയും ചെയ്തതായ ഒരു പിറവിയായിരുന്നു മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നിങ്ങൾ ആലോചിച്ച് നോക്കുക പ്രിയപ്പെട്ടവരെ, ഞാനും നിങ്ങളൊക്കെ ലോകത്ത് ഇവിടെ ജനിച്ചപ്പോ നമ്മുടെ ജനനം അത് ലോകത്ത് പ്രഖ്യാപിക്കപ്പെട്ട ജനനമായിരുന്നില്ല, അത് ലോകത്ത് വിളംബരം ചെയ്യപ്പെട്ട ജനനമായിരുന്നില്ല. അള്ളാഹുവിന്റെ ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലോകാരംഭം മുതൽ ആ ഒരു നിയോഗവും ആ ഒരു പിറവിയും ലോകത്ത് പ്രഖ്യാപിക്കപ്പെട്ടതായി ചരിത്രം രേഖപ്പെടുത്തുകയാണ്. ലോകത്ത് കടന്നു വന്ന മുഴുവൻ അമ്പിയാക്കന്മാരും അല്ലാഹു സുബ്ഹാനഹു വ തആല വഇദ് അഖദല്ലാഹു മീസാഖൻ നബിയീന, എല്ലാ നബിമാരോടും അല്ലാഹു സുബ്ഹാനഹു വ തആല കരാറ്, അല്ലാഹു ഉടമ്പടി ചെയ്തിട്ടുണ്ട് എന്ന് വിശുദ്ധ ഖുർആൻ ഓർമ്മപ്പെടുത്തുകയാണ്. എന്താണ് ഉടമ്പടി? നിങ്ങൾ ജീവിക്കുന്ന കാലഘട്ടത്തിൽ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആഗതമായി കഴിഞ്ഞാൽ ആ നബിയിൽ നിങ്ങൾ വിശ്വസിക്കുകയും ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നിങ്ങൾ സഹായം നൽകുകയും ചെയ്യണമെന്ന് അല്ലാഹു ആ മുഴുവൻ അമ്പിയാക്കന്മാരോടും കരാർ നൽകുകയും അമ്പിയാക്കന്മാർ ആ കരാറിൽ ഒപ്പിടുകയും സമ്മതിക്കുകയും ചെയ്തതായി വിശുദ്ധ ഖുർആൻ ഓർമ്മപ്പെടുത്തുകയാണ്. അതേപോലെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ലോകത്ത് കടന്നു വന്ന മുഴുവൻ വേദഗ്രന്ഥങ്ങളിലും തൗറാത്ത് അഥവാ പഴയ നിയമം, ഇഞ്ചീൽ പുതിയ നിയമം, അതേപോലെ തന്നെ ദാവൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് അല്ലാഹു കൊടുത്തിരിക്കുന്ന സബൂർ, സങ്കീർത്തനം എന്ന് പറയുന്ന, ഇങ്ങനെ ലോകത്തിറക്കപ്പെട്ട മുഴുവൻ വേദഗ്രന്ഥങ്ങളിലും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നിയോഗം, അങ്ങനെ ഒരു പ്രവാചക ദൗത്യത്തെ കുറിച്ച് വളരെ വ്യക്തമായി പരാമർശിക്കുന്നുണ്ട്. അള്ളാഹുവിന്റെ റസൂലിനെ കുറിച്ച്, അങ്ങനെ നിയോഗത്തെ കുറിച്ച് മാത്രമല്ല പറയുന്നത്. നിങ്ങൾക്കറിയുമോ, വേദഗ്രന്ഥങ്ങളിലും ഏടുകളിലും ലോകത്ത് കടന്നു വന്ന മുഴുവൻ പ്രവാചകന്മാരുടെ സുവിശേഷങ്ങളിലും അള്ളാഹുവിന്റെ റസൂലിന്റെ ജനനം എവിടെയാണ്, എന്നാണ് ജനിക്കുക, അവിടുത്തെ ശരീരം എങ്ങനെയാണ്, സൗന്ദര്യം എന്താണ്, സന്ദേശം എന്താണ് എന്നൊക്കെ ലോകത്ത് പ്രഖ്യാപിക്കപ്പെടുകയും വിളംബരം ചെയ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. അതാണ് ഞാൻ പറയുന്നത്, നമ്മുടെ നേതാവ് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ആ നേതാവിന്റെ മഹത്വവും പ്രാധാന്യവും പ്രിയപ്പെട്ട വിശ്വാസികളെ പഠിക്കാൻ നാം തയ്യാറാകുമ്പോൾ അവിടുത്തെ ആ തിരുപ്പിറവിയും നിയോഗത്തിന്റെയും ചരിത്രമാണ് ഞാൻ പറയുന്നത്. ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം തൊട്ട് 1,24,000 പ്രവാചകന്മാരിലൂടെ അള്ളാഹുവിന്റെ ഹബീബിന്റെ നിയോഗത്തെ കുറിച്ചുള്ള വാർത്തകൾ അള്ളാഹു പുറത്തേക്ക് വിട്ടിട്ടുണ്ട്. അതാണ് വിശുദ്ധ ഖുർആൻ പറയുന്നത്. ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം വഇദ് ഖാല ഈസ ഇബ്നു മറിയം യാ ബനി ഇസ്രായീൽ ഇന്നി റസൂലുള്ളാഹി ഇലൈക്കും മുസദ്ദിഖൻ ലിമാ ബൈന യദയ്യ മിന തൗറാത്ത് വമുബശ്ശിറൻ ബിറസൂലിൻ യഅതി മിൻ ബഅദി ഇസ്മുഹു അഹ്മദ്. ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞ സന്ദർഭം നിങ്ങൾ ഓർക്കുക. ഓ ഇസ്രായേൽ സന്തതികളെ, ബനൂ ഇസ്രായേൽക്കാരെ,
ഞാൻ ഇന്നി റസൂലുള്ളാഹിയിലേക്കും ഞാൻ നിങ്ങളിലേക്ക് നിയോഗിക്കപ്പെട്ട പ്രവാചകനാണ്. മുസദ്ദിഖൻ ലിമാ ബൈന യദയ്യ മിനത് തൗറാത്ത്, എനിക്ക് മുമ്പ് അവതീർണമായ തൗറാത്ത് എന്ന് പറയുന്ന വേദഗ്രന്ഥത്തെ ഞാൻ അംഗീകരിക്കുകയും വാസ്തവമാക്കുകയും ചെയ്യുന്നതോടൊപ്പം തന്നെ എന്റെ ശേഷം വരാൻ പോകുന്നൊരു പ്രവാചകനുണ്ട്. ആ പ്രവാചകനെ കുറിച്ചുള്ള സന്തോഷ വാർത്ത അറിയിക്കുന്ന ഒരു സുവിശേഷകൻ കൂടിയാണ് ഞാൻ എന്ന് ബഹുമാനപ്പെട്ട ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം അവിടെയുള്ള തന്റെ ജനങ്ങളോട് പറഞ്ഞ വിഷയം വിശുദ്ധ ഖുർആൻ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അതുകൊണ്ടാണല്ലോ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ചിന്തിച്ചു നോക്കുക, പരിശുദ്ധ ഖുർആനിന്റെ വെല്ലുവിളികളെ നേരിടാൻ ഒരിക്കലും അക്കാലഘട്ടത്തിലെ ജൂതന്മാർക്കും നസാറാക്കൾക്കും സാധിച്ചില്ല. അള്ളാഹുവിന്റെ ഹബീബ് ആഗതമായപ്പോൾ പരിശുദ്ധ ഖുർആൻ അക്കാലഘട്ടത്തിലെ ജൂതന്മാരെയും നസാറാക്കളെയും വെല്ലുവിളിച്ചു. എന്നിട്ട് ഖുർആൻ പറഞ്ഞില്ലേ, നിങ്ങൾക്കറിയാം ഈ നബി, ഈ ജനിച്ചിരിക്കുന്ന മുഹമ്മദ് പ്രവാചകനാണ്, അന്ത്യനാളിൽ നിയോഗിക്കപ്പെടാൻ പോകുന്ന പ്രവാചകനാണ്. യഅരിഫൂനഹും കമാ യഅരിഫൂന അബ്നാഹും, അവരെ സ്വന്തം മക്കളെ തിരിച്ചറിയുന്നതിലുപരി സ്വന്തം മക്കളെ കുറിച്ച് മനസ്സിലാക്കുന്നത് പോലെ അള്ളാഹുവിന്റെ റസൂലിനെ കുറിച്ച് അവർക്ക് ശരിക്കും അറിയാം എന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞപ്പോൾ അതിനെ നിഷേധിക്കാനും അതിനെതിരായി ഒരു വിപ്ലവം നടത്താനും അക്കാലഘട്ടത്തിലെ ജൂതന്മാരും നസാറാക്കളും തയ്യാറാകാതിരുന്നത് എന്തുകൊണ്ടാണ്? അവരെ വേദഗ്രന്ഥങ്ങളിൽ അള്ളാഹുവിന്റെ റസൂലിന്റെ നിയോഗത്തെ കുറിച്ച് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ആ ലോകത്തിന്റെ ആരംഭം തൊട്ട് റസൂലുള്ളാഹി തങ്ങളെ കുറിച്ച് പ്രഖ്യാപനം വന്നു എന്ന് ഞാൻ പറഞ്ഞു. പോരാ, അതിനു മുമ്പ് അള്ളാഹുവിന്റെ ഹബീബ് പറഞ്ഞില്ലേ, കുന്തു നൂറൻ ബൈന യദയില്ലാഹി അസ്സ വജല്ല ഖബ്ല അൻ യഖ്ലുഖ ആദം. ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ അല്ലാഹു പടക്കുന്നതിന് മുമ്പ് തന്നെ, എന്നല്ല ഈ കാണുന്ന ലോകം മുഴുവൻ സൃഷ്ടിക്കപ്പെടുന്നതിന് മുമ്പ്, ആകാശവും ഭൂമിയും സർവചരാചരങ്ങളെയും സൃഷ്ടിക്കപ്പെടുന്നതിന് മുമ്പ് അള്ളാഹുവിന്റെ റസൂലിന്റെ നൂറാണ് സൃഷ്ടിക്കപ്പെട്ടത്. സഹോദരന്മാരെ, മുഹമ്മദുർ റസൂലുള്ളാഹി നൂറുൻ അലാ നൂർ. അള്ളാഹുവിന്റെ ഹബീബിനെ കുറിച്ച് നമ്മൾ പറയുന്നുണ്ട് നൂറാണ്. ഖുർആൻ പറഞ്ഞ നൂറാണ്. ആ നൂറാണ് ലോകത്താദ്യമായി സൃഷ്ടിക്കപ്പെട്ടത്. അള്ളാഹുവിന്റെ ഹബീബിന്റെ പ്രകാശമാണ് ലോകത്ത് സൃഷ്ടിക്കപ്പെട്ടത്. അത് ഹഖീഖത്തൻ നിലക്കുള്ളയും നൂറാണ്, എല്ലാ അർത്ഥത്തിലും റസൂലുള്ള നൂറാണ്. ആ നബി തങ്ങളുടെ സൗന്ദര്യവും ആ പ്രകാശവും ലോകത്തിന്റെ ചരിത്രത്തിൽ കാണാം. ഉദാഹരണത്തിന് ഞാൻ ഓർമ്മപ്പെടുത്തുന്നു, ആയിഷ ബീബി റളിയല്ലാഹു അൻഹ പറയുന്നു, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വല്ലാത്ത പ്രകാശമാണ്. ഞാന് ഇരുട്ടുള്ള രാത്രിയിൽ അള്ളാഹുവിന്റെ ഹബീബിന്റെ മുഖത്തിന്റെ പ്രകാശത്തിലിരുന്ന് ഞാൻ എന്റെ വസ്ത്രം തുന്നാറുണ്ടായിരുന്നു. ആരാണ് പറയുന്നത്? റസൂലുള്ളാഹിന്റെ പ്രിയപ്പെട്ട ഭാര്യ ആയിഷത്തുൽ തുഹ്റാ. അത്ര വലിയ സൗന്ദര്യവും അത് യഥാർത്ഥ നൂറുമായിരുന്നു എന്നാണ്. ഒരിക്കൽ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയുന്നു, ഞാൻ എന്റെ വസ്ത്രം തുന്നിക്കൊണ്ടിരിക്കുന്ന സമയത്ത് എന്റെ കയ്യിൽ നിന്ന് സൂചി നിലത്ത് വീണുപോയി. ഞാൻ നിലത്ത് മുഴുവനും പരതി നോക്കി, എനിക്ക് സൂചി കണ്ടെടുക്കാൻ കഴിഞ്ഞില്ല. ആ സമയത്താണ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കടന്നു വരുന്നത്. അള്ളാഹുവിന്റെ ഹബീബിന്റെ മുഖത്ത് നിന്ന് പ്രകാശിക്കുന്ന ആ പ്രകാശ കിരണങ്ങളിൽ നിന്ന്, വെളിച്ചത്തിൽ നിന്ന് എന്റെ കയ്യിൽ നിന്ന് നിലത്തോട്ട് വീണുപോയ സൂചി ഞാൻ കണ്ടെടുത്തു. നിങ്ങൾ ചിന്തിച്ചു നോക്കണം പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിന്റെ ഹബീബ് നൂറായിരുന്നു. ആ നൂറാണ് പ്രിയപ്പെട്ടവരെ പിന്നീട് ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ അല്ലാഹു പടച്ചപ്പോൾ ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ നെറ്റിത്തടത്തില് റസൂലുള്ളാഹിന്റെ നൂറിനെ അല്ലാഹു നിക്ഷേപിച്ചു. ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് സുജൂദ് ചെയ്യാൻ വേണ്ടിയുള്ള കൽപ്പിച്ചപ്പോ യഥാർത്ഥത്തിൽ ആദം ഒരു ഖിബിലയായിരുന്നു എന്നാണ്. സുജൂദ് അല്ലാഹ്ക്കായിരുന്നു, അള്ളാഹുവിനുള്ള സുജൂദായിരുന്നു. ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ അള്ളാഹു തആല ഒരു ഖിബില എന്ന് നിലക്ക് നിർത്തിയതായിരുന്നു. പക്ഷേ പണ്ഡിതന്മാർ രേഖപ്പെടുത്തുന്നു,
ദൈനി ദഹ്ലാനപ്പുറമുള്ള ആലിമീങ്ങൾ പറയുന്നു, ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് സുജൂദ് ചെയ്യാൻ വേണ്ടി പറഞ്ഞു എന്ന് പറഞ്ഞാൽ ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ നെറ്റിത്തടത്തിലൂടെ പ്രകാശം പരത്തുന്നത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നൂറായിരുന്നു. യഥാർത്ഥത്തിൽ ആ നൂറിനായിരുന്നു സുജൂദ് ചെയ്യാൻ വേണ്ടി കൽപ്പിച്ചത്. പക്ഷേ ആ നൂറ് കണ്ടെത്താൻ ഇബ്ലീസിന് കഴിഞ്ഞില്ല. അബാ വസ്തക്ബറ, ആദമിന് സുജൂദ് ചെയ്യാൻ വേണ്ടി കൽപ്പിച്ച സമയം ഇബ്ലീസ് അഹങ്കാരത്തോടെ മാറി പോയി. സഹോദരന്മാരെ, റസൂലുള്ളാഹിന്റെ നൂറായിരുന്നു ആദം നബിയിലുണ്ടായിരുന്നത്. ആ നൂറ് പിന്നീട് അമ്പിയാക്കന്മാരിലൂടെ കടന്നു വന്നു. ബഹുമാനപ്പെട്ട ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിലൂടെ കടന്നു വന്ന് അള്ളാഹുവിന്റെ ഹബീബിന്റെ 20ാമത്തെ ഉപ്പാപ്പയായ അദ്നാനിലൂടെ കടന്നു വന്നു. അബ്ദുല്ലാഹി എന്ന് പറയുന്ന റസൂലുള്ളാഹിന്റെ പ്രിയപ്പെട്ട ഉപ്പ. സഹോദരന്മാരെ, അബ്ദുല്ലാ എന്ന് പറയുന്ന നബി തങ്ങളെ പിതാവിന്റെ സൗന്ദര്യം കിതാബിൽ കാണാം. അബ്ദുല്ലാക്ക് 16 വയസ്സ് പ്രായമായപ്പോൾ ആ നാട്ടിലുണ്ടായിരുന്ന മുഴുവൻ ആളുകളും അബ്ദുല്ലാനെ നോക്കി വെച്ചു. ഒരു ദിവസം മക്കായിലെ കുലീനത്വമുള്ള സ്ത്രീകളെല്ലാവരും ഒരുമിച്ച് കൂടിയ സ്ഥലത്തിലൂടെ റസൂലുള്ളാഹിന്റെ പ്രിയപ്പെട്ട ഉപ്പ അബ്ദുള്ള നടന്നുപോയപ്പോൾ ആ സ്ത്രീകൾ പറഞ്ഞു പോയത്രേ, എന്തൊരു സൗന്ദര്യമുള്ള യുവാവാണ്, ആരായിരിക്കും ഈ മനുഷ്യന്റെ ഭാര്യയായി വരാൻ പോകുന്ന പെണ്ണ്? ആ പെണ്ണ് വലിയ ഭാഗ്യവതിയായിരിക്കുമല്ലോ, അത്ര സൗന്ദര്യം റസൂലുള്ളാഹിന്റെ വാപ്പക്കുണ്ടായിരുന്നു. എന്തായിരുന്നു അബ്ദുല്ലാഹിന്റെ സൗന്ദര്യത്തിന്റെ രഹസ്യം? അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹുവിന്റെ മുതുകില്, ആ നെറ്റിത്തടത്തില് ലോകത്തിന്റെ പ്രകാശമായ സിറാജം മുനീറാ എന്ന് ഖുർആൻ പറഞ്ഞ റസൂലുള്ളാഹിന്റെ നൂറുണ്ടായിരുന്നു. ആ നൂറാണ് പ്രിയപ്പെട്ടവരെ അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹുവിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഉപ്പായുടെ സൗന്ദര്യം. അത് പിന്നീട് ആമിന ബീവി റളിയല്ലാഹു അൻഹയുടെ ഉദരത്തിലേക്ക് വന്നു. റജബ് മാസത്തിലാണ് അബ്ദുല്ല ആമിന ദമ്പതികൾ കല്യാണം കഴിക്കുന്നത്. റജബ് മാസത്തിലെ തിങ്കളാഴ്ച രാത്രിയിലാണ് അവർ വീട് കൂടിയത്. വെള്ളിയാഴ്ച രാവിലെയാണ് റസൂലുള്ളാഹിനെ ഗർഭം ധരിച്ചത്. റജബ് മാസത്തിലെ ഒരു വെള്ളിയാഴ്ച രാത്രിയാണ് അല്ലാഹുവിന്റെ ഹബീബിന്റെ ആ നൂറാകുന്ന ആ പ്രകാശം അബ്ദുല്ലാഹിയിൽ നിന്ന് ആമിന ബീവിയുടെ ഉദരത്തിലേക്ക് വന്നത്. പിന്നീട് ചരിത്രം പറയുന്നു, ആമിന ബീവി ഗർഭം ധരിച്ചതോടുകൂടി ലോകത്തിന്റെ ചരിത്രത്തിൽ ഒരു കുഞ്ഞുമോനെയും ഗർഭം ധരിക്കുമ്പോ ഒരു സ്ത്രീക്കും അനുഭവിക്കാൻ കഴിയാത്ത അത്രയും വലിയ സന്തോഷ വാർത്തകൾ അശരീരികളിൽ വല്ലാത്ത അഭിനന്ദനങ്ങളും ആനന്ദങ്ങളും വല്ലാത്ത അഭിനന്ദനങ്ങളുടെ പ്രവാഹം ആമിന ബീവി ഏറ്റുവാങ്ങി. ഞാൻ പറഞ്ഞില്ലേ, റസൂലുള്ളാഹിന്റെ ജനനത്തിന് മുമ്പ് അതൊരു വിളംബരം ചെയ്യപ്പെട്ട, അത് പ്രഖ്യാപിക്കപ്പെട്ട, അള്ളാഹു ലോകത്ത് മുഴുവനും പ്രഖ്യാപിക്കപ്പെട്ട ജനനമായിരുന്നു. ലോകം സൃഷ്ടിക്കപ്പെടുന്നതിന് മുമ്പ് തന്നെ ആ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് അള്ളാഹുവിന്റെ പ്രഖ്യാപനം വന്നിട്ടുണ്ട്. പിന്നീട് ആമിന ബീവി ഗർഭം ധരിച്ചപ്പോ, ഒരു ഉമ്മയും ഒരു മകന് ഗർഭം ധരിച്ചപ്പോ കിട്ടാത്ത സന്തോഷം ബീവി ആമിന റളിയല്ലാഹു അൻഹയ്ക്കുണ്ടായി. ഓരോ മാസം പിന്നിടുന്തോറും ആമിന ബീവിക്ക് സന്തോഷ വാർത്തകൾ അറിയിച്ചുകൊണ്ട് മലായികത്തുൽ കിറാം വരുന്നു. ഇബ്രാഹിം നബി വരുന്നു, മൂസ നബി വരുന്നു, ഈസാ നബി വരുന്നു, ഓരോ പ്രവാചകന്മാരും വരുന്നു. അബ്ശിരീ ഓ ആമിന, നിങ്ങളുടെ ഉദരത്തിരിക്കുന്ന കുഞ്ഞുമോൻ ആരാണെന്നറിയുമോ? സയ്യിദു വൽദി ആദം, ലോകത്തിന്റെ നേതാവാണെന്ന സന്തോഷ വാർത്ത അറിയിച്ചുകൊണ്ടിരുന്നു. നാം പലതും ആമിന ബീവി കേൾക്കുകയാണ്, പലതും കാണുകയാണ്. ബീവി ആമിന പറയുന്നു, എന്റെ മോന് പ്രിയപ്പെട്ട മുഹമ്മദിന് ഞാൻ ഗർഭം ധരിച്ചപ്പോൾ സുബ്ഹാനല്ലാഹ്
അതാ എന്റെ ശരീരത്തിൽ നിന്നതാ ഒരുതരം പ്രകാശം ഇടക്ക് പുറത്തേക്ക് വരുന്നു. ആ പ്രകാശത്തിൽ നിന്ന് പലതും ഞാൻ കാണുന്നു. പലരും എന്റെ സമീപത്ത് വരുന്നു. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഗർഭം ധരിച്ച സന്ദർഭത്തിൽ ആമിന ബീവിക്ക് അനുഭവപ്പെട്ട പലതും അത്ഭുതങ്ങളുമുണ്ട്. ചില മഹാന്മാരൊക്കെ ഗർഭം ധരിച്ചപ്പോ മാതാപിതാക്കൾക്ക് മാതാവിന് ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്നാണ്. ഇന്ത്യ രാജ്യത്തിന്റെ സുൽത്താൻ ബഹുമാനപ്പെട്ട ഖാജ മുഈനുദ്ദീൻ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് അവിടുത്തെ ഗർഭം ധരിച്ചപ്പോ ഉമ്മ പറയുന്നുണ്ട്, എന്റെ പ്രിയപ്പെട്ട മോൻ അജ്മീറിലെ ഖാജ തങ്ങളെ ഗർഭം ധരിച്ചപ്പോൾ എന്റെ വയറ്റിൽ നിന്ന് എന്റെ മോനതാ സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് അല്ലാഹു അക്ബർ ഇന്നി സമയതു മിൻ ബത്നി തസ്ബീഹൻ തഹ്ലീലൻ വതക്ബീറാ. അജ്മീറിലെ ഖാജ തങ്ങൾ ഗർഭസ്ഥ ശിശുവായിരുന്ന സമയത്ത് ഉമ്മായിയുടെ വയറ്റിൽ നിന്ന് സുബ്ഹാനല്ലാഹ് ചൊല്ലുന്നു, അൽഹംദുലില്ലാഹ് ചൊല്ലുന്നു, അല്ലാഹു അക്ബർ ചൊല്ലുന്നു. പ്രിയപ്പെട്ട മോമിനീങ്ങളെ, മഹാന്മാര്, ലോകത്ത് ജനിക്കാൻ പോകുന്ന ഔലിയാക്കൾ, ആരിഫീങ്ങൾ, സ്വാലിഹീങ്ങൾ, ഇവരൊക്കെ ഗർഭം ധരിക്കുന്ന കാലഘട്ടത്തിൽ തന്നെ ഈ അത്ഭുതങ്ങൾ മാതാപിതാക്കൾക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ലോകത്തിന്റെ നേതാവ് മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആമിന ബീവി ഗർഭം ധരിച്ച സമയത്തും അവിടുന്ന് പ്രസവിക്കുന്ന സമയത്തും സുബ്ഹാനല്ലാഹ് ഒരുപാട് അത്ഭുതങ്ങൾ ഉണ്ടായി. ലോകത്തൊരു കുട്ടിയും ജനിക്കുമ്പോൾ ഇല്ലാത്ത അത്ഭുതങ്ങളാണ് മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനിക്കുമ്പോൾ ഉണ്ടായത്. ബഹുമാനപ്പെട്ട അബുൽ ആസ് റളിയല്ലാഹു അൻഹു പറയുന്നു, എന്റെ പ്രിയപ്പെട്ട മാതാവ് റസൂലുള്ളാഹ് പ്രസവിക്കപ്പെടുന്ന സമയത്ത് ആമിന ബീവിയുടെ സമീപത്തുണ്ടായിരുന്നു. ആ സമയത്ത് എന്റെ മാതാവ് പറയുന്നു, ആ റൂമിൽ പെട്ടെന്നതാ വല്ലാത്ത പ്രകാശം അനുഭവപ്പെട്ടു. എന്റെ മാതാവ് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ലോകം മുഴുവനും പ്രകാശിക്കുന്നു. ആകാശ ലോകത്തേക്ക് നോക്കിയപ്പോൾ നക്ഷത്രങ്ങൾ മിന്നിത്തിളങ്ങുന്നു. അതാ നക്ഷത്രങ്ങൾ ഭൂമിയിലേക്ക് താണു വരുന്നതായി അനുഭവപ്പെട്ടു. ആമിന ബീവി പറയുന്നു, റസൂലുള്ളാഹിനെ പ്രസവിക്കപ്പെട്ട സമയത്ത് ഞാനതാ പേർഷ്യൻ സാമ്രാജ്യത്തിന്റെ വലിയ വലിയ ആസ്ഥാന മന്ദിരങ്ങൾ റസൂലുള്ളാഹി ആകുന്ന കുഞ്ഞിൽ നിന്ന് പുറപ്പെട്ട ആ പ്രകാശ കിരണങ്ങൾ എനിക്ക് കാണാൻ സാധിച്ചു. അല്ലാഹുവിന്റെ ഹബീബ് ജനിച്ച രാത്രിയിൽ ലോകത്തെ എല്ലാ വിഗ്രഹങ്ങളും തലകുത്തി വീണു. ലോകത്തെല്ലാ ശിർക്കിന്റെ കോട്ടകൊത്തളങ്ങളും തകർന്ന് തരിപ്പണമായി. അങ്ങനെ ഒരുപാട് അത്ഭുതങ്ങൾ, സാവതടാകവും പേർഷ്യയിലെ അഗ്നികുണ്ഡവും ഇതൊക്കെ നമ്മൾ കേട്ടതാണ്, ഒന്നും വിശദീകരിക്കുന്നില്ല. അങ്ങനെ വലിയൊരു അത്ഭുതം നിറഞ്ഞതായ പ്രസവമായിരുന്നല്ലോ പ്രിയപ്പെട്ടവരെ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രസവിച്ചത് മുതൽ പിന്നീട് ലോകത്ത് മുഴുവനും അത്ഭുതങ്ങളുടെ കഥയാണ്. അവിടുത്തെ കുട്ടിക്കാലവും അവിടുത്തെ മുലകുടിയും അവിടുത്തെ കൗമാരവും ബാല്യവും അങ്ങനെ മുന്നോട്ടുള്ള ഓരോ കാലഘട്ടത്തിലും അത്യധികം അത്ഭുതങ്ങളും മുഅ്ജിസത്തുകളും ലോകത്തിന് കാണാൻ സാധിക്കുകയാണ്. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിൽ ഒരു ചെറിയ തിരുത്തലുകൾ, അപാകതകൾ, കറുത്ത പുള്ളി, അത് കാണാൻ ലോകത്ത് ആർക്കും ഒരു ശത്രുവിനും കഴിഞ്ഞിട്ടില്ല. ലഖദ് കാന ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിങ്ങൾക്ക് ഉന്നതമായ ഉദാത്തമായ മാതൃകയുണ്ട് എന്ന് പരിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. ഒരു കറുത്ത പുള്ളി കണ്ടെത്താൻ പലരും ശ്രമിച്ചു. റസൂലുള്ളാഹിയെ കുറിച്ച് പഠിച്ചപ്പോൾ ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ലോകത്ത് നൽകിയ സന്ദേശവും അങ്ങനെയാണ്. മുഴുവൻ ആളുകൾക്കും ആ സന്ദേശത്തിൽ പങ്കാളിത്തമുണ്ട്. തൊഴിലാളി വർഗത്തിന് മാത്രമല്ല, ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സന്ദേശം തൊഴിലാളി വർഗത്തെയും മുതലാളി വർഗത്തെയും ഒരുപോലെ തൃപ്തിപ്പെടുത്തുകയാണ്. പണ്ഡിതന്മാരെ മാത്രമല്ല, പാമരന്മാരായ ആളുകളെയും പണ്ഡിതന്മാരെയും ഒരുപോലെ തൃപ്തിപ്പെടുത്തുകയാണ്. കർഷകന്മാരെ മാത്രമല്ല പ്രിയപ്പെട്ടവരെ, കർഷക തൊഴിലാളികളെയും ഒരേപോലെ പ്രീതിപ്പെടുത്തുന്ന
അങ്ങനെ ലോകത്തിന്റെ ചരിത്രത്തിൽ തുല്യതയില്ലാത്തൊരു സന്ദേശം തന്റെ 23 കൊല്ലക്കാലഘട്ടത്തിലെ ജീവിതത്തിലൂടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ലോകത്തിന് സമർപ്പിച്ചു. എന്തുകൊണ്ടാണ് ലോകത്തിന് സാധിച്ചത് എന്ന് ചോദിച്ചാൽ അതൊരു സാധാരണ വ്യക്തിത്വമായിരുന്നില്ല. അന്ത്യ പ്രവാചകരായി ലോകത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല കൊണ്ടുവന്ന നേതാവായിരുന്നു മുഹമ്മദുർ റസൂലുള്ളാഹ്. ഈ ചെറിയ സമയം കൊണ്ട് റസൂലുള്ളാഹി തങ്ങളുടെ ജീവിതത്തെ ഇവിടെ അവതരിപ്പിക്കാനും പറയാനും എനിക്ക് സാധിക്കൂല. അത് പറയാനുള്ള അവസരവും ഇവിടെ ഇല്ല എന്ന് നമുക്കറിയാം. വളരെ ചുരുങ്ങിയ നിലക്ക് ഞാൻ ഓർമ്മപ്പെടുത്തുന്നു, പ്രിയപ്പെട്ട വിശ്വാസികളെ, ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുത്തെ ജീവിതവും അവിടുത്തെ സന്ദേശവും ഒക്കെ നമ്മൾ പഠിക്കുക. വല്ലാത്ത അത്ഭുതമുള്ള ഒരു ജീവിതമാണ്, സന്ദേശമാണ്. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള അങ്ങേയറ്റത്തെ മഹബത്തും അനുരാഗവും അത് കൂടുതൽ ഉണ്ടാക്കിയെടുക്കലാണ് ഈ മീലാദ് പ്രോഗ്രാമിന്റെ ലക്ഷ്യം. എന്തിനാണ് റസൂലുള്ളാഹിയുടെ മഹബത്ത് കൂട്ടുന്നത്? ആ നബി തങ്ങളോടുള്ള സ്നേഹത്തിന്റെ ഖദർ അനുസരിച്ചാണ് അള്ളാഹു ഒരു മനുഷ്യന്റെ ഈമാൻ സ്വീകരിക്കുന്നത് എന്ന് ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. ഓരോ മനുഷ്യനെ സ്വർഗത്തിലേക്ക് അള്ളാഹു കൊണ്ടുപോകുന്നത് അവന്റെ ഈമാന്റെ സ്ട്രോങ് അനുസരിച്ചാണ്. ഒരാളുടെ ഈമാൻ അത് മഖ്ബൂലായി മാറുന്നത്, സ്വീകരിക്കപ്പെടുന്നതിന്റെ മാനദണ്ഡമാണ് അള്ളാഹുവിന്റെ ഹബീബിനോടുള്ള മഹബത്താണ്. ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സദസ്സിൽ വന്നുകൊണ്ട് പറഞ്ഞു, യാ റസൂലല്ലാഹ്, ഓ ഹബീബായ നബിയെ, തങ്ങളെ ഞാൻ മഹബത്ത് വെക്കുന്നു. എന്റെ ഭാര്യയെക്കാളും മക്കളെക്കാളും ഉമ്മയെക്കാളും ബാപ്പയെക്കാളും. ആ സമയത്ത് എന്താണ് പ്രിയപ്പെട്ടവരെ, റസൂലുള്ളാഹി പറഞ്ഞല്ലോ, ആഖിറത്തിൽ റസൂലുള്ളാഹിക്കുള്ള സ്ഥാനം എത്രയാണ്? ലോകത്തൊരു നബിക്കും ഒരു മനുഷ്യനും അള്ളാഹു കൊടുക്കാത്ത വലിയ പദവിയും പവിത്രതയും അള്ളാഹുവിന്റെ റസൂലിന് കൊടുത്തു. അന്ത്യനാളിൽ റസൂലുള്ളാഹിക്ക് കൊടുക്കുന്ന ഏറ്റവും വലിയ പദവിയാണ്. നമ്മൾ 5 നേരം ബാങ്ക് കേൾക്കുമ്പോ നമ്മൾ ദുആ ചെയ്യാറുള്ള ഒരു പ്രാർത്ഥനയുണ്ട്, വബഅസ്ഹു മഖാമൻ മഹ്മൂദാ. മഖാമുൻ മഹ്മൂദ് എന്ന് പറയുന്ന ഒരു സ്ഥാനം റസൂലുള്ളാഹിക്ക് അല്ലാഹു കൊടുക്കുന്നു. വിശുദ്ധ ഖുർആൻ പറഞ്ഞു, നബിയെ, തങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല മഖാമുൻ മഹ്മൂദ് എന്ന് പറയുന്ന സ്ഥാനം തരുന്ന. എന്താണ് മഖാമുൻ മഹ്മൂദ്? അശ്ശഫാഅത്തുൽ ഉളുമാ, ശഫാഅത്ത് ചെയ്യാനുള്ള അധികാരമാണ്. നിങ്ങൾക്കറിയുമല്ലോ സഹോദരന്മാരെ, മഹ്ശറയില് ഒരു രാഷ്ട്രീയക്കാർക്കും ഒരു അധികാരി വർഗത്തിനും സ്വാധീനം ചെലുത്താൻ കഴിയാത്ത മഹ്ശറയിൽ ഇന്ന ശംസ തദ്നൂ യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ സൂര്യനതാ നമ്മുടെ തലക്ക് മുകളിൽ ഉദിക്കുന്ന സമയമാണ്. എല്ലാ മനുഷ്യന്മാരും വിയർപ്പിൽ മുങ്ങി, ശരീരം മുട്ടോളവും അതാ കഴുത്ത് വരെയും അതാ ഈ ചെവി വരെയും വിയർപ്പിൽ മുങ്ങിക്കുളിക്കുന്ന രംഗം. ആ സമയത്താണ് എല്ലാ മനുഷ്യന്മാരും ഈ അപകടം നിറഞ്ഞ സന്ദർഭത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ അടുക്കലേക്ക് ഓടുന്നത്. ആദം നബി പറയുന്നു, മക്കളെ, നിങ്ങൾ നോഹ് നബി അതാ അങ്ങോട്ട് ചെല്ലൂ. നോഹ് നബി പറയും, അതാ നിങ്ങൾ മൂസ നബിന്റെ അടുക്കലേക്ക് പോകൂ. എല്ലാ അമ്പിയാക്കന്മാരും കൈയൊഴിക്കുന്ന ഘട്ടമാണ്. എല്ലാ അമ്പിയാക്കന്മാരും അതാ കൈവടിയുന്ന സമയമാണ്. അവിടെയാണ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ സ്വർഗത്തിന്റെ വട്ടക്കണ്ണിങ്ങനെ പിടിച്ച് കുലുക്കിക്കൊണ്ട് അവിടെ നിൽക്കുമെന്നാണ്. എന്നിട്ട് റസൂൽ സുജൂദിലേക്ക് കൊണ്ട് വീണിട്ട് അള്ളാഹിനോട് കരഞ്ഞുകൊണ്ട് ശുപാർശയ്ക്ക് വേണ്ടി അള്ളാഹുവിനോട് ദുആ ചെയ്യുന്ന ആ രംഗം ഹദീസിലുണ്ട്. അള്ളാഹ് പറയും, തല പൊന്തിച്ചോളൂ, ചോദിച്ചോളൂ, എന്താ വേണ്ടത് തരാം. അങ്ങനെയാണ് പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിന്റെ ഹബീബിന്റെ ശുപാർശ ചെയ്യാനുള്ള, ഉമ്മത്തീങ്ങളെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോവാൻ റെക്കമെൻഡ് ചെയ്യാനുള്ള അധികാരം അള്ളാഹു കൊടുക്കുന്നു. അതാണ് മഖാമുൻ മഹ്മൂദ്. ആഖിറത്തിൽ മറ്റുള്ള അമ്പിയാക്കന്മാരിൽ നിന്ന് വ്യത്യസ്തനായി അള്ളാഹുവിന്റെ ഹബീബ് തല പൊന്തിച്ചു നിൽക്കുന്ന ഏറ്റവും വലിയ പ്രാധാന്യമുള്ള പദവിയാണ്. അതേപോലെ ആഖിറത്തിൽ അള്ളാഹുവിന്റെ റസൂല് മറ്റുള്ള അമ്പിയാക്കന്മാരിൽ നിന്നും എല്ലാ ആളുകളെക്കാളും ഉയർന്നു നിൽക്കുന്ന അള്ളാഹു കൊടുക്കുന്ന ഒരു പദവിയാണ്.
ഇന്നാ അഅ്തൈനാക്കൽ കൗസർ ഫസല്ലി ലിറബ്ബിക വൻഹർ ഇന്ന ശാനിഅക ഹുവൽ അബ്തർ. ഹൗദുൽ കൗസർ എന്ന് പറയുന്ന തേനിനേക്കാളും മധുരമുള്ള, പാലിനേക്കാളും അതാ വെളുപ്പുള്ളതായ, ആകാശത്തിലുള്ള നക്ഷത്രങ്ങളെക്കാളും കൂടുതൽ കോപ്പകളുള്ള സ്വർഗത്തിലൊരു തടാകമാണ് പ്രിയപ്പെട്ടവരെ ഹൗദുൽ കൗസർ. ആ ഹൗദുൽ കൗസർ റസൂലുള്ളാഹിക്ക് കൊടുക്കുന്നു. നബി തങ്ങളാണ് അവിടെയുള്ള മുഅ്മിനീങ്ങൾക്ക് വെള്ളം കൊടുക്കുന്നത്. എല്ലാ നബിമാരുടെയും ഉമ്മത്തീങ്ങൾ വരുന്നു. എല്ലാ ആളുകൾക്കും വെള്ളം കൊടുക്കുവാനുള്ള അധികാരം മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അല്ലാഹു കൊടുത്തുപോയി. ഹൗദുൽ കൗസറിന്റെ ഉടമസ്ഥാവകാശം റസൂലുള്ളാഹി തങ്ങൾക്കാണ്. അതേപോലെ ആഖിറത്തിൽ മറ്റു അമ്പിയാക്കന്മാരെക്കാളും നബി തങ്ങൾ മുന്നിട്ട് നിൽക്കുന്ന മറ്റൊരു വിഷയമാണ് മഖാമുശ് ഷഹാദ. നൂഹ് നബിനെ വിളിച്ചിട്ടൊന്ന് ചോദിക്കും, നൂഹേ, നീ നിന്റെ ഖൗമിനോട് നിന്നെ നിയോഗിക്കപ്പെട്ട സമൂഹത്തിൽ തൗഹീദ് അത് പ്രബോധനം ചെയ്തിട്ടുണ്ടോ? നൂഹ് നബി പറയും, അതേ അല്ലാഹ്. ആ ഖൗമിനെ വിളിച്ചിട്ട് അല്ലാഹ് ചോദിക്കുമോ, ഖൗമേ, നിങ്ങളെ പ്രവാചകൻ നിങ്ങൾക്ക് മതം പഠിപ്പിച്ചു തന്നിട്ടുണ്ടോ? അപ്പോഴാണ് അവര് പറയുന്നത്, അല്ലാഹുവേ, ഇല്ല ഇല്ല. ഉടനെ നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ വിളിച്ചിട്ട് അല്ലാഹ് ചോദിക്കും, നൂഹേ, നീ നിന്റെ സമൂഹത്തിലേക്ക് ദീനുൽ ഇസ്ലാമിനെ എത്തിച്ചു കൊടുത്തു എന്നതിന് തെളിവ് എന്താണ്? ഷാഹിദാരാണ്. അവിടെയാണ് പ്രിയപ്പെട്ടവരെ നൂഹ് നബി കാണിച്ചു കൊടുക്കുന്നു മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണിച്ചു കൊടുത്ത് പറയും, ഇതാ ഷാഹിദ്, ഇതാ ഷാഹിദ്, അല്ലാഹുവിന്റെ ഹബീബ് ഷാഹിദ, റസൂലുള്ളാഹി സാക്ഷിയാണ്. വജിനാ ബിക അലാ ഹൗലാഇ ഷഹീദാ. പരിശുദ്ധ ഖുർആനിൽ സൂറത്തുൻ നിസാഇൽ അല്ലാഹു ഓർമ്മപ്പെടുത്തുന്ന നബിയെ, എല്ലാ അമ്പിയാക്കന്മാർക്കും ഷാഹിദായി. മൂസാ നബിയും ഈസാ നബിയും ഇബ്രാഹിം നബിയും ഇസ്മായിൽ നബിയും എല്ലാ അമ്പിയാക്കന്മാരും ദീന പ്രബോധനം ചെയ്തിട്ടുണ്ട് എന്നതിന്റെ മേൽ ഷാഹിദായി. അല്ലാഹു ആ ഷഹാദത്തിനുള്ള അധികാരം കൊടുക്കുന്നത് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കാണ്. ഞാൻ പറഞ്ഞതിന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ വിശദീകരിക്കുകയല്ല. ആഖിറത്തിൽ റസൂലുള്ളാഹിക്ക് കിട്ടുന്ന പദവിയാണ് മഖാമുൽ മഹ്മൂദ്. അതേപോലെ തന്നെ ഹൗദുൽ കൗസർ, അതേപോലെ തന്നെ മഖാമുശ് ഷഹാദ. ഇങ്ങനെ ഒരുപാട് സ്ഥാനം റസൂലുള്ളാഹിക്ക് ആഖിറത്തിലുണ്ട്. ദുനിയാവിൽ ഞാൻ പറയേണ്ടതില്ലല്ലോ, എല്ലാ വസ്തുക്കളുടെയും നേതാവാണ് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി. മുഹമ്മദുൻ സയ്യിദുൽ കൗനൈനി വസ്സഖലൈനി വൽ ഫരീഖൈനി മിൻ ഉർബിൻ വമിൻ അജമി മൗലായ സല്ലി വസല്ലം അലാ ഹബീബിക ഖൈറിൽ ഖൽഖി കുല്ലിഹിം. ദുനിയാവിൽ പിന്നെ പറയേണ്ടതില്ല, റസൂലുള്ളാഹിയാകുന്ന നേതാവ് അത് മനുഷ്യരുടെ മാത്രം നേതാവല്ല, ജിന്നുകളുടെ നേതാവാണ്, ആകാശലോകത്തിന്റെ നേതാവാണ്, പറവകളുടെ നേതാവാണ്, ജന്തുക്കളുടെ നേതാവാണ്. എല്ലാ വസ്തുക്കളും ജീവനുള്ളതും ഇല്ലാത്തതുമായ ഈ പ്രപഞ്ചത്തിന്റെ മുഴുവൻ നേതാവാണ് സയ്യിദുൽ ആലമീൻ. അതുകൊണ്ടാണല്ലോ സഹോദരന്മാരെ അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, കുന്തു അരിഫു ഹജറാ. മക്കയിൽ ഒരു കല്ലുണ്ട്, ഞാനിങ്ങനെ നടന്നു വരുമ്പോ ആ കല്ല് എന്നെ കാണുമ്പോ സലാം പറയാറുണ്ട്. ഇന്നൽ ഹജറ യുസല്ലിമു അലയ്യ ഖബ്ല അൻ നുബഅസ. അസ്സലാമു അലൈക യാ റസൂലല്ലാഹ്. സഹോദരന്മാരെ, ലോകത്തിന്റെ ചരിത്രത്തിൽ ഒരു കല്ല് സംസാരിച്ചത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അല്ലാഹുവിന്റെ ഹബീബിനോട് കല്ല് സലാം പറയുന്നു. മദീനത്തെ പള്ളിയിലെ മിമ്പർ സംസാരിച്ചില്ലേ? മിമ്പർ കരഞ്ഞില്ലേ?
റസൂലുള്ള മനുഷ്യന്റെ മാത്രം നേതാവല്ല, ജിന്നുകളുടെ മാത്രം നേതാവല്ല, ആകാശഭൂമികളുടെ മാത്രം നേതാവല്ല, എല്ലാ വസ്തുക്കളുടെയും നേതാവായി അള്ളാഹു പഠിച്ചതാണ്. അതുകൊണ്ടാണ് മദീനത്തെ പള്ളിയിൽ പുതിയൊരു മിമ്പർ നിർമ്മിക്കപ്പെട്ടപ്പോ പഴയ മിമ്പർ കരഞ്ഞു റസൂലുള്ള മാറ്റിവെച്ചപ്പോൾ. സുബ്ഹാനല്ലാഹ്, ഹദീസിന്റെ കിതാബിൽ കാണാം, വലിയ ഗർഭിണിയായ ഒട്ടകം, ആ പ്രസവ വേദനയുള്ള ഒട്ടകം അലമുറയിട്ട് കരയുന്നത് പോലെ ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യകാലത്ത് ഖുത്ബ ഓതാറുണ്ടായിരുന്ന ഈത്തപ്പനയുടെ മട്ടൽ തടി അതാ കരയുന്നു. സഹോദരന്മാരെ, നമ്മളെ തെങ്ങിന്റെ ഓല കരയാറുണ്ടോ? ഈ കാണുന്ന തെങ്ങ് മുറിച്ചിട്ടാൽ അതിന്റെ മട്ടൽ കരയാറുണ്ടോ? പക്ഷെ ഇത് കരയുന്നത് എന്തിനാ നിങ്ങൾക്കറിയുമോ? ഇത് ലോകത്തിന്റെ നേതാവിന്റെ സ്പർശനം, ആ ബർക്കത്ത് നഷ്ടപ്പെട്ടതിനുള്ള ദുഃഖമാണ്. ജീവനില്ലാത്ത ഈത്തപ്പനയുടെ മട്ടലിനും കല്ലുകൾക്ക് പോലും അള്ളാഹുവിന്റെ ഹബീബിന്റെ പ്രാധാന്യം മനസ്സിലായി. അതാണല്ലോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈത്തപ്പന തടി കരഞ്ഞപ്പോ നേരെ അങ്ങോട്ട് ചെന്നിട്ട് അള്ളാഹുവിന്റെ ഹബീബിന്റെ ശറഫാക്കപ്പെട്ട കൈ ആ ഈത്തപ്പന തടിയുടെ മേൽ റസൂലുള്ള കൈ അങ്ങോട്ട് വെച്ചപ്പോൾ ആ കരച്ചിലടങ്ങിപ്പോ. അതാണ് ഞാൻ പറയുന്നത്, നിർജീവ വസ്തുക്കൾക്ക് പോലും റസൂലുള്ള ആരാന്നറിയാം. അതറിയാത്ത മണ്ടൂസന്മാരിന്ന് ദുനിയാവിൽ മനുഷ്യന്മാരായി ജീവിക്കുന്നുണ്ട്. നിങ്ങൾ കണ്ടില്ലേ, കേരളത്തിലെ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ സമുന്നതരായ നേതാക്കന്മാർ ഇന്നും അത് ആ പത്രത്തിലൂടെ പ്രസ്താവന ഇറക്കിയിരിക്കുന്നു. എന്താണ്? നബിദിന ഘോഷയാത്രകൾ നിരോധിക്കണം. പ്രവാചകൻ അങ്ങനെ ജന്മദിനം ആഘോഷിച്ചിട്ടില്ല. മുഹമ്മദ് നബിക്ക് യാതൊരു പ്രത്യേകതയും ഇല്ല. സുബ്ഹാനല്ലാഹ്, അല്ലാഹുവിന്റെ ഹബീബിന്റെ പ്രത്യേകത മനുഷ്യന്മാര് മാത്രല്ല, ലോകത്തുള്ള സകല വസ്തുക്കളും ഉൾക്കൊണ്ടില്ലേ ജമാഅത്ത്. അതാ ഖൈബർ യുദ്ധം കഴിഞ്ഞ് വരുന്ന സമയത്ത് ഒരു ജൂത പെണ്ണ് വന്നുകൊണ്ട് ചോദിക്കുന്നു സഹാബിമാരോട്, അല്ലയോ സഹാബത്തെ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഭക്ഷണം എന്താണ്? ആ സഹാബിമാര് പറഞ്ഞു, റസൂലുള്ളാഹിക്ക് ആട്ടിന്റെ ഇറച്ചിയാണ് ഇഷ്ടം. ആട്ടിറച്ചിയിൽ നിന്ന് നബി തങ്ങൾ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഭാഗം ഏതാണ്? അവിടുന്ന് പറഞ്ഞു, കൊറകിന്റെ കഷ്ണമാണ് റസൂലുള്ളാഹിക്ക് ഇഷ്ടം. സുബ്ഹാനല്ലാഹ്, യുദ്ധം കഴിഞ്ഞ് ക്ഷീണിതരായി വിശന്നു വരുന്ന റസൂലുള്ളാഹി തങ്ങൾക്ക് അതാ ജൂതപ്പെണ്ണ് ഒരു വലിയ തളികയിൽ ആട്ടിന്റെ മാംസം ബിരിയാണി വെച്ച് വേവിച്ചുകൊണ്ടതാ കൊണ്ടു കൊടുക്കുന്നു. അള്ളാഹുവിന്റെ ഹബീബും സഹാബത്തും അതാ ഭക്ഷണം കഴിക്കാനിരിക്കുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ ഭക്ഷണത്തിലേക്ക് കൈ നീട്ടുമ്പോ സുബ്ഹാനല്ലാഹ്, അതാ വെന്ത് പാകമായ ജീവനില്ലാത്ത മാംസം, ആ മാംസം അതാ തളികയിൽ നിന്ന് സംസാരിക്കുന്നു. യാ റസൂലല്ലാഹ് ഇന്നി മസ്മൂമാ, ഓ നബിയെ, തങ്ങൾ എന്നെ തിന്നാൻ പാടില്ല, ഞാൻ വിഷം പുരട്ടപ്പെട്ട ഇറച്ചിയാണ്. തങ്ങളെ കൊല്ലാൻ വേണ്ടി ജൂതപ്പെണ്ണ് ഈ മാംസത്തിൽ അതാ വിഷം പുരട്ടിയിട്ടുണ്ട്. അള്ളാഹുവിന്റെ ഹബീബ് സഹാബത്തിനോട് പറഞ്ഞു, സഹാബത്തെ നിങ്ങൾ കൈകൾ ബന്ധിക്കുക. സഹോദരന്മാരെ, നിങ്ങൾ ചിന്തിച്ചു നോക്കുക, ഇങ്ങനെ അള്ളാഹുവിന്റെ ഹബീബ് ആരാണ് എന്ന് ലോകത്തുള്ള മുഴുവൻ ആളുകളും, എല്ലാ ആളുകളും മനസ്സിലാക്കി കഴിഞ്ഞു. മനുഷ്യന്മാര് മാത്രമല്ല, ലോകത്തുള്ള എല്ലാ ജമാഅത്തുകളും ജീവ വസ്തുക്കളും. അതാണല്ലോ ഒട്ടകം റസൂലുള്ളാഹിന്റെ അടുക്കൽ വരുന്നു, പശുക്കൾ റസൂലുള്ളാഹിന്റെ അടുക്കൽ വരുന്നു, സകല വസ്തുക്കളും റസൂലുള്ളാഹിന്റെ അടുക്കൽ വരുന്നു. മരമതാ റസൂലുള്ളാഹിനെ കാണുമ്പോൾ വരുന്നു. അള്ളാഹിന്റെ ഹബീബിന് മൂത്രമൊഴിക്കാനുണ്ടാകുമ്പോ അള്ളാഹുവിന്റെ ഹബീബിന്റെ അടുക്കലേക്ക് ആ മരം നടന്നു വരുന്നു. നബി തങ്ങളോട് സലാം പറയുന്നു. ലോകത്തിന്റെ ചരിത്രത്തിൽ ഇങ്ങനൊരു മനുഷ്യന്റെ ജീവിതം അടയാളപ്പെടുത്താൻ ഒരു
ചരിത്രകാരനും സാധിച്ചിട്ടില്ല. അത് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് മാത്രമാണ്. അതുകൊണ്ടാണല്ലോ പ്രിയപ്പെട്ടവർ, നേതാവിനെ പിടിക്കണോ, രക്ഷപ്പെടാനുള്ള നേതാവ് റസൂലുള്ളാഹി മാത്രമാണ്. നമ്മളെ ജീവിതത്തിന്റെ വിലപ്പെട്ട സമയം ഏതെങ്കിലും രാഷ്ട്രീയ നേതാക്കന്മാർക്ക് വേണ്ടി സിന്ദാബാദ് വിളിച്ച് സമയം കളയണ്ട. പ്രിയപ്പെട്ട ഉമ്മമാരെ, ചെറുപ്പക്കാരെ, യുവാക്കളെ, നമ്മുടെ നാവിന്റെ മുമ്പിൽ എപ്പോഴും റസൂലുള്ളാഹിന്റെ ആ പേര് വിളിച്ച് മുദ്രാവാക്യം വരട്ടെ. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ നബി തങ്ങളുടെ പേരിലുള്ള സ്വലാത്ത് എപ്പോഴും 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 ചൊല്ലിക്കോ. സ്വലാത്ത് അല്ലാഹു തട്ടാത്ത അമലാണ്. നിങ്ങൾക്കറിയുമല്ലോ സഹോദരന്മാരെ, റിയാഇന് വേണ്ടി ചെയ്ത അമലാണെങ്കിൽ പോലും, ഇഖ്ലാസില്ലാതെ ചെയ്ത അമലാണെങ്കിൽ പോലും, തമാശക്ക് വേണ്ടി ചൊല്ലിയ സ്വലാത്താണെങ്കിൽ പോലും ആ സ്വലാത്ത് അല്ലാഹു തട്ടുകയില്ല. അതേപോലെ ആഖിറത്തിൽ ഒരു മനുഷ്യൻ വരുമ്പോൾ ആ മനുഷ്യൻ ചെയ്തിരിക്കുന്ന നന്മകളെടുത്ത് അയാൾ ഗീബത്ത് പറഞ്ഞ ആളുകൾക്ക് അല്ലാഹു കൊടുക്കും. ഒരാളിങ്ങനെ വന്നിട്ട് പറഞ്ഞു, പടച്ചോനെ, ഈ ബാപ്പുവാജി എന്നെ കുറിച്ച് ഗീബത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അല്ലാഹു തആല അവന്റെ നിസ്കാരം എടുത്ത് അങ്ങോട്ട് കൊടുത്തു. വേറൊരാൾ വരുന്നു, അയാൾ പറയും, പടച്ചോനെ, എന്റെ സമ്പത്ത് ഇയാൾ എടുത്തിട്ടുണ്ട്. അല്ലാഹ് ഇയാളെടുത്ത് നോമ്പെടുത്ത് അങ്ങോട്ട് കൊടുത്തു. വേറൊരാൾ വന്നിട്ട് സുബ്ഹാനല്ലാഹ് പറയുന്നു, ഇയാൾ എന്തെങ്ങനെ ചെയ്തിട്ടുണ്ട്, എടുത്തു കൊടുത്തു. അവസാനം ഒരു അമലും ബാക്കിയില്ല. അല്ലാഹുവിന്റെ ഹബീബിന്റെ മേൽ സ്വലാത്ത് മാത്രമാണ് ബാക്കി. ആ സ്വലാത്ത് കൊടുക്കൂല എന്നാണ് അവിടെ ഉണ്ടാവുന്ന. സ്വലാത്ത് കൊടുക്കുകയില്ല, അവിടെ ഉണ്ടാകും. അതാണ് ഞാൻ പറയുന്നത്, മുഹമ്മദുർ റസൂലുള്ളാഹി. ആ നേതാവിന്റെ പേരുള്ള സ്വലാത്ത്, ആ നേതാവിന് വേണ്ടിയുള്ള മുദ്രാവാക്യം വിളി, ആ നേതാവിന്റെ സ്മരണകൾ പറയല്, ആ നേതാവിന്റെ മദ്ഹുകൾ പാടലും പറയലും, അത് നഷ്ടപ്പെടാത്ത അമലാണ്, അത് രക്ഷപ്പെടാനുള്ള അമലാണ്. ആ നബിയോടുള്ള മഹബത്താണ്, അനുരാഗമാണ്. പാട്ടുകളായി, ബൈത്തുകളായി, ഗദ്യങ്ങളായി, പദ്യങ്ങളായി, വിശ്വാസികളുടെ ചുണ്ടുകളിലൂടെ മന്ദാരഹാരങ്ങളായി പരന്നൊഴുകിയത് നിങ്ങൾ കണ്ടിട്ടില്ലേ സഹോദരന്മാരെ? ഈ മൗലിദും ബുർദയും ഈ പ്രകീർത്തന കാവ്യങ്ങളൊക്കെ ഇന്നും ഇന്നലെയും ഉണ്ടായതല്ല. അള്ളാഹുവിന്റെ ഹബീബിന്റെ കാലത്ത് തന്നെ റസൂലുള്ളാഹിന്റെ മൗലിദില്ലേ? അവിടുന്ന് മദ്ഹ് പറയുന്നത് കേട്ടിട്ടില്ലേ? ആ മദ്ഹ് ചെല്ലുന്ന ആളുകൾക്ക് റസൂലുള്ളാഹി സൗകര്യം ചെയ്തു കൊടുത്തില്ലേ? അസ്സാദ് ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹിന്റെ മദ്ഹ് ചൊല്ലി ബൈത്തെഴുതി. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹസ്സാന് വേണ്ടി ദുആ ചെയ്തു കൊടുത്തു. മദീനയിൽ അല്ലാഹുവിന്റെ ഹബീബിന്റെ റൗള ശരീഫിന്റെ ചുറ്റുഭാഗത്ത് ഒരു കാലഘട്ടത്തിൽ ഖസീദത്തുൽ ബുർദയുടെ വരികൾ എഴുതപ്പെട്ടിരുന്നു. പിൽക്കാലത്ത് വിദഈ പ്രസ്ഥാനക്കാർ വന്നപ്പോ ഓരോ വരികളും മായ്ച്ചു പോയതാണ്. പക്ഷേ ഇന്നും റൗള ശരീഫിന്റെ അതാ ഒരു ഭാഗത്ത് ഹുജ്റത്ത് ഫാത്തിമത്തു സഹ്റാ, ഫാത്തിമ ബീവിയുടെ ആ റൂമിന്റെ ആ ഡോറിന്റെ വട്ടക്കണ്ണിൽ ഇപ്പോഴും നിങ്ങൾക്ക് കാണാം ബുർദയിൽ നിന്നുള്ളൊരു വരി മായ്ക്കാതെ കിടക്കുന്നുണ്ട്. والحبيب الذي ترجى شفاعته لكل هول من الأهوال مقتحم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. അല്ലാഹുവിന്റെ ഹബീബിനോടുള്ള മഹബത്ത്, ആ നബി തങ്ങളുടെ ശഫാഅത്തിനെ യാചിക്കുന്ന വല്ലാത്ത വരിയാണ് ഖസീദത്തുൽ ബുർദയിലുള്ള വരി. ആ വരി ഇന്നും അവിടെ എഴുതപ്പെട്ടിട്ടുണ്ട്. റൗള ശരീഫിന്റെ മുകൾ ഭാഗത്ത് ഇന്നും നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയാൽ വേറെയും ചില മദ്ഹ് ഗീതങ്ങൾ മായ്ക്കാതെ കിടക്കുന്നു. യാ ഖൈറ മൻ ദുഫിനത് ബിൽഖാഇ അലമുഹു ഫതാബ മിൻ തീബിഹിൻ نلقاه والأكم نفس الفداء لقبيل أنت ذاكره فيه اللفاف وفيه الجود والكرم. الله من حبيب
കിടക്കുന്ന റൗള ഷരീഫിന്റെ മേലെ റസൂലുള്ളാഹിന്റെ മൗലിദ ഇന്നും എഴുതപ്പെട്ടിട്ടുണ്ട്. പലതും വായിച്ചു കളഞ്ഞെങ്കിലും ഇതിപ്പോഴും വായിച്ചിട്ടില്ല. ഹുവൽ ഹബീബുല്ലദീ തുർജാ ശഫാഅതുഹു എന്ന് തുടങ്ങുന്ന ബൈത്തും ഇപ്പോഴും അവിടെ കാണാം. ഞാൻ പറയുന്നത് മുഅ്മിനീങ്ങളെ, അല്ലാഹുവിന്റെ ഹബീബ് ആ റസൂലുള്ളാഹിന്റെ നൂറുള്ളിടത്തോളം കാലം ലോകത്ത് നബി തങ്ങളുടെ വലിയ മദ്ഹ് ഗീതങ്ങളും അത് ലോകത്തതാ എഴുതപ്പെടുകയും അത് പ്രകീർത്തിക്കപ്പെടുകയും പാടപ്പെടുകയും ചെയ്യുന്നുണ്ട്. ലോകതലത്തിൽ തന്നെ ഇന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആ മദ്ഹുകളാണ് ഇന്നും നിലനിൽക്കുന്നത്. ഈജിപ്തിലെ ഏറ്റവും വലിയ ആഘോഷം എന്താണ്? അന്താരാഷ്ട്ര സീറ കോൺഫറൻസ് ആണ്. മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സീറ കോൺഫറൻസ് ബിമുനാസബത്തി മൗലിദുൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ ഹബീബിന്റെ നബിദിനത്തോടനുബന്ധിച്ച് നടക്കുന്ന സമ്മേളനമാണ്. പാകിസ്ഥാനിൽ നടക്കുന്ന ഏറ്റവും വലിയ ഇസ്ലാമിക സമ്മേളനം ഏതാണ്? അത് മൗലിദുൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ ഹബീബിന്റെ മീലാദ് സമ്മേളനമാണ്. ലോകത്തെവിടെയൊക്കെ മുസ്ലിമീങ്ങളുണ്ടോ അവിടെ മുഴുവനും ഇതുപോലെയുള്ള നബി കീർത്തനങ്ങളും നബിദിന പ്രഭാഷണങ്ങളും സമ്മേളനങ്ങളും നടക്കുന്നുണ്ട്. അത് ഊതിക്കെടുത്ത ലോകത്തൊരു മനുഷ്യനും വിചാരിച്ചിട്ട് കാര്യമില്ല. അല്ലാഹുവിന്റെ ഹബീബിനെ കുറിച്ച് ഖുർആൻ പറഞ്ഞില്ലേ? തങ്ങളുടെ പ്രകീർത്തനങ്ങൾ, തങ്ങളുടെ മദ്ഹുകൾ, തങ്ങളുടെ അവതാരങ്ങൾ അല്ലാഹു ആകാശത്ത് ലോകത്ത് എവിടെയും ഉയർത്തിയിട്ടുണ്ട്. അതാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഞാൻ എന്റെ പ്രസംഗം ചുരുക്കുകയാണ്. ഞാൻ ഓർമ്മപ്പെടുത്തുന്നു, ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മൾ മുറുകെ പിടിക്കണം. ആ നബി തങ്ങളെ കൂടെ ഇരിക്കാനുള്ള ഒരു ചെറിയ ചാൻസ് കിട്ടുമോ? അല്ലാഹുവിന്റെ ഹബീബിന്റെ പേര് പറയാനുള്ള ഭാഗ്യം കിട്ടുമോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഏതെങ്കിലും ഒരു ഖിദ്മത്ത് ചെയ്യാനുള്ള ഭാഗ്യം കിട്ടുമോ? അത് നോക്കിക്കൊണ്ടാണ് മഹാന്മാരായ പൂർവികരായ ആളുകൾ ജീവിച്ചത്. നിങ്ങൾ കണ്ടില്ലേ, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വഫാത്താകുമ്പോ റസൂലുള്ളാഹിന്റെ തൊട്ടടുത്ത് ഖബർ കിട്ടണമെന്ന് ആഗ്രഹിച്ചു. എന്തിനാണത്? ഒരു മനുഷ്യൻ ഒരു അമൽ ചെയ്താൽ മരണാനന്തര ജീവിതത്തിൽ അയാൾ ദുനിയാവിൽ ചെയ്ത അമലല്ലേ കിട്ടുള്ളൂ. ഈ ആയത്ത് സഹാബിമാർക്ക് അറിയുമായിരുന്നില്ലേ? പക്ഷേ മഹാന്മാരുടെ കൂടെ, റസൂലുള്ളാഹിന്റെ കൂടെ ദുനിയാവിൽ മാത്രമല്ല ആഖിറത്തിൽ തന്നെയും അവിടെ ഇരിക്കണമെന്ന് ആഗ്രഹിച്ചു. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കിടക്കുന്നത് എവിടെയാണ്? അദ്ഖുലിൽ ഹബീബ ഇലൽ ഹബീബ്. സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ജനാസ കൊണ്ടുപോയി വെച്ചപ്പോ അല്ലാഹുവിന്റെ ഹബീബിന്റെ ഭാഗത്ത് സമ്മതം കിട്ടി. അങ്ങനെ റസൂലുള്ളാഹിന്റെ തൊട്ടടുത്താണ് ഖബറുള്ളത്. മൂന്നാമതൊരു ഖബർ വന്നു. അത് ഉമർ തങ്ങളുടെ ഖബറാണ്. ഉമർ റളിയല്ലാഹു അൻഹു വഫാത്താവാൻ പോകുമ്പോ തന്റെ സക്രാത്തിന്റെ ഹാലില് ഉമർ തങ്ങൾ എന്തൊക്കെയോ മന്ത്രിക്കുന്നുണ്ട്. പ്രിയപ്പെട്ട മോന് വന്നിട്ട് ബാപ്പയോട് ചോദിക്കുന്നു, ഉപ്പാ, ജീവിതത്തിന്റെ അവസാനത്തെ ആഗ്രഹം എന്താണ്? പറയൂട്ട. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ബഹുമാനപ്പെട്ട ഉമർ റളിയല്ലാഹു അൻഹു തൗഹീദിന്റെ നേതാവല്ലേ? ലോകത്ത് ഹക്കും ബാത്തിലും വേർതിരിച്ച നേതാവല്ലേ? അല്ലാഹുവിന്റെ ഹബീബുൽ ഫാറൂഖ്. തൗഹീദിന്റെയും ശിർക്കിന്റെയും ഇടയിലുള്ള ആ ശക്തമായ വിവേചനം ലോകത്ത് നടപ്പിലാക്കിയ, ലോകത്തിൽ ഏറ്റവും സ്പിരിറ്റുള്ള ഈമാന്റെ ഉടമയെന്ന് വിശേഷിപ്പിച്ച ഉമർ റളിയല്ലാഹു അൻഹുവിനോട് ചോദിക്കുന്നു, ഉമറേ, നിങ്ങൾ അവസാനത്തെ ആഗ്രഹം എന്താ? ഉമർ തങ്ങൾ പറഞ്ഞു, എന്റെ ജീവിതത്തിന്റെ അവസാനം എന്റെ ഖബർ ജീവിതം അത് റസൂലുള്ളാഹിയാകുന്ന നേതാവിന്റെ കൂടെ കിട്ടണം. ആ ബറക്കത്ത് എനിക്ക് കിട്ടണം. അവിടെയാണ് എനിക്ക് ഖബർ വേണ്ടത്. കണ്ടോ, എവിടെ കിടന്നാലും പോരെ, ഇതിനാ മഹാന്മാരുടെ കൂടെ. സുന്നത്തി ജമാഅത്തിന്റെ അഖീദയാണ് ലോകത്ത് സഹാബിമാര് പ്രചരിപ്പിച്ചത്. ആമിനൂ കമാ ആമനന്നാസ്. സഹാബിമാർ എന്ത് വിശ്വസിച്ചോ, എന്തൊക്കെ ചെയ്തോ അതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. ബഹുമാനപ്പെട്ട അബ്ദുള്ള എന്ന് പറയുന്ന ഉമർ റളിയല്ലാഹുവിന്റെ മോന് ആയിഷ ബീവിയോട് പോയിട്ട് പറഞ്ഞു, ആയിഷ ഉമ്മ, എന്റെ വാപ്പാന്റെ ഹാല് സക്കറാത്തിന്റെ ഹാലിലാണ്. ഉപ്പാന്റെ ഒരു ആഗ്രഹമുണ്ട്. റസൂലുള്ള കിടക്കുന്നത് ആയിഷ ബീവിന്റെ വീട്ടിലല്ലേ? സിദ്ദീഖ് തങ്ങൾ കിടക്കുന്ന ഹുജറത്തുൽ ആയിഷയിലല്ലേ? ഇനി മൂന്നാമതൊരു ഖബറിനെ ആയിഷ ബീവി നീക്കി വെച്ച സ്ഥലം അതെന്റെ ഉപ്പാക്ക് തരുമോ? ആയിഷ ബീവി പറയുന്നു, മോനെ ഉമറേ,
അബ്ദുല്ലാ, നിന്റെ ഉപ്പ അങ്ങനെ ഒരു ആഗ്രഹം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ അതിന് തടസ്സം നിൽക്കുന്നില്ല. പ്രിയപ്പെട്ടവരെ, മൂന്നാമത് ഖബറ് ഉമർ റളിയല്ലാഹു അൻഹു കൊടുത്തു. പക്ഷേ ആ മദീനയിൽ ചെന്നാൽ നിങ്ങൾക്ക് ഖബറ് കാണാം, അവിടെയും ബഹുമാനമുണ്ട്. റസൂലുള്ളാഹിന്റെ ഖബർ ഇങ്ങനാണെങ്കിൽ സിദ്ദീഖ് തങ്ങളത് കുറച്ച് താഴെയാണ്, ഉമർ തങ്ങളത് കുറച്ചും കൂടി താഴെയാണ്. അത് അദബാണ്. ഉസ്താദ് ഇവിടെ ഇരിക്കുമ്പോ കുട്ടികൾ താഴോട്ട് നീങ്ങിയിരിക്കും. വല്ലാത്ത ബഹുമാനമാണ്. അങ്ങനെ 3 ഖബറ് കഴിച്ച് പിന്നീട് ചരിത്രം പറയുന്നു, ചെറിയൊരു കർട്ടൻ കെട്ടിയിട്ട് ആയിഷ ബീവി ആ കർട്ടന്റെ പുറകിലാണ് ജീവിച്ചത്. പിന്നീട് ആയിഷ ബീവി വഫാത്താകുമ്പോ സുബ്ഹാനല്ലാഹ് ആയിഷ ബീവിനെ ജന്നത്തുൽ ബഖീലാണ് മറവ് ചെയ്തത്. ആ സമയത്ത് ആയിഷ ബീവി താമസിച്ചിരുന്ന ചെറിയൊരു സ്പേസ്, ഒരു ഖബറിനുള്ള സീറ്റ് അവിടെയുണ്ട്. അപ്പൊ ഇന്ന് നമ്മൾ കാണുന്ന റൗള ഷരീഫിന്റെ അകത്ത് ഇൻഷാ അല്ലാഹ് ഒരു ഖബറിന് സീറ്റ് ഉണ്ട്. ആ ഖബർ ആരുടേതാണ്? അത് ഇൻഷാ അല്ലാഹ് അന്ത്യനാൾ അടുക്കുമ്പോ അവിടെ ഒരു ഖബറും കൂടി വരാനുണ്ട് കേട്ടോ. ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം അന്ത്യനാളിൽ വരും. 45 കൊല്ലം ഭൂമിയിലുണ്ടാകും, കല്യാണം കഴിക്കും, അതാ മക്കളുണ്ടാകും. ബഹുമാനപ്പെട്ട ഈസാ നബി ഇസ്ലാമിക ശരീഅത്തിന്റെ നിയമം നടപ്പിലാക്കും. അങ്ങനെ ഈസാ നബി വഫാത്താകുമ്പോ ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് അവസാനമായി കിടക്കാനുള്ള ഖബറ് മുഹമ്മദ് റസൂലുള്ളാഹ് ആ നേതാവിന്റെ സമീപത്താണ് കേട്ടോ. അല്ലാഹുവിന്റെ ഹബീബ് പറയുന്നു, ഞാനും ഈസാ നബിയും അന്ത്യനാളിൽ ഒരു ഖബറിൽ നിന്നാണ് എഴുന്നേറ്റ് വരിക. ഞങ്ങൾ ഒന്നിച്ചാണ് ഉയർത്തെഴുന്നേൽക്കുക. അങ്ങനെ ഖബർ അവിടെ ഉണ്ട്. ഇൻഷാ അല്ലാഹ് അവസാന നാളിൽ ഈസാ നബിയുടെ മറവ് ചെയ്യപ്പെടുന്നതാണ്. ഞാൻ പറയുന്നത്, അങ്ങനെ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഒന്നിച്ചു നിൽക്കാൻ, തങ്ങളോട് ഒട്ടി നിൽക്കാൻ, തങ്ങൾക്ക് ഖിദ്മത്ത് ചെയ്യാൻ അല്ലാഹുവിന്റെ ഹബീബിനെ അങ്ങേറ്റത്തെ മഹബത്ത് വെച്ച് ഏതെല്ലാം നിലക്ക് റസൂലുള്ളാഹിയുമായി ബന്ധപ്പെടാൻ ശ്രമിച്ചോ ആ നിലക്ക് വിജയിച്ചു പോയി എന്നാണ്. അതാണല്ലോ ഇമാം ബൂസുരി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ പറഞ്ഞത്, എനിക്ക് നിസ്കാരം കൊണ്ടും നോമ്പ് കൊണ്ടുമൊന്നും എന്റെ അമല് കൊണ്ടൊന്നും രക്ഷപ്പെടുമെന്ന പ്രതീക്ഷയില്ല. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുമായി എനിക്കൊരു അവകാശമുണ്ട്, തങ്ങളും ഞാനും തമ്മിലൊരു കരാറുണ്ട്, തങ്ങളോട് എനിക്കൊരു അവകാശമുണ്ട്. എന്താണെന്ന് അറിയുമോ? ഫഇന്ന ലീ ദിമ്മതൻ മിൻഹു ബിതസ്മിയതി മുഹമ്മദൻ വഹുവ ഔഫൽ ഖൽഖി ബിദ്ദിമമി. എന്റെ പേര് മുഹമ്മദാണ്. എന്റെ ബാപ്പ എനിക്ക് പേര് വെച്ചത് മുഹമ്മദി എന്നാണ്. മുഹമ്മദി എന്ന് പേര് വെച്ചു കഴിഞ്ഞാൽ റസൂലുള്ളാഹിന്റെ ശഫാഅത്ത് ഉണ്ടല്ലോ. സഹോദരന്മാരെ, കിതാബിൽ കാണുന്ന ബഹുമാനപ്പെട്ട ഖാളി അയ്യാദ് റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങളെ പോലുള്ള വലിയ മഹാന്മാര് പറഞ്ഞില്ലേ, നിങ്ങളെ കുട്ടിക്ക് മുഹമ്മദ് എന്ന് പേരിട്ടാൽ ആ കുട്ടിയോട് ദേഷ്യപ്പെടാൻ പാടില്ല. സാധാരണ കുട്ടികളോട് കാണിക്കുന്ന എന്തെങ്കിലുമൊക്കെ അപായപ്പെടുത്തലുകളും ദേഷ്യപ്പെടുകയും മുഹമ്മദ് എന്ന പേരുള്ള കുട്ടിയോട് വേണ്ട കേട്ടോ. റസൂലുള്ളാഹിനോടുള്ള അദബിന്റെ ഭാഗമാണ്. അത്രമാത്രം സൂക്ഷ്മതയും ബഹുമാനവും അള്ളാഹുവിന്റെ ഹബീബിന് കൊടുത്തിട്ടുണ്ടതാണ്. അതുകൊണ്ട് ഞാൻ നിർത്തുന്നു. നിങ്ങളോടൊക്കെ ഓർമ്മപ്പെടുത്താനുള്ളത്, റസൂലുള്ളാഹി തങ്ങളെ പഠിക്കുക, ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിന്റെ ചരിത്രം പഠിക്കുക. കഴിഞ്ഞ വിശുദ്ധ റബീഉൽ അവ്വൽ മാസത്തിൽ മദീന മുനവ്വറയിൽ ചെന്നപ്പോൾ അവിടെ വെള്ളിയാഴ്ചയിലെ ഖുത്ബയിൽ ഖതീബ് ആ ഖുത്ബയിൽ ഓർമ്മപ്പെടുത്തിയത് ഞാൻ ഓർക്കുകയാണ്. ആധുനിക ലോകത്ത് മുസ്ലിം സമുദായം നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി മുസ്ലിം ചെറുപ്പക്കാര് ദീനിയായ സംസ്കാരം വലിച്ചെറിഞ്ഞ് ജീവിക്കുന്നു എന്നുള്ളതാണ്. അതിന് പരിഹാരം എന്താണെന്ന് അറിയുമോ? നിങ്ങളെ മക്കൾക്ക് റസൂലുള്ളാഹിന്റെ ചരിത്രം പഠിപ്പിച്ചു കൊടുക്കാന്ന അള്ളാഹിന്റെ ഹബീബിന്റെ ത്യാഗം, ആ റസൂലുള്ള ദുനിയാവിൽ ചെയ്ത ഒരുപാട് ത്യാഗസുലഭമായ ജീവിതത്തിന്റെ അതിങ്ങനെ കേട്ടാൽ നമുക്ക് ഒരുപാട് ഖൈർ കിട്ടും. എല്ലാവരും എഴുന്നേറ്റ് നിൽക്കി വരും, നമുക്ക് ദ്വാരിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങോട്ട് അടുത്തേക്ക് വരും. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ബർക്കത്ത് കൊണ്ട് ദുനിയാവിലും ആഖിറത്തിലും നമുക്ക് വിജയം നൽകുമാറാവട്ടെ. സഹോദരന്മാരെ, ഒരുപാട് വിഷമങ്ങളുണ്ട്, ഒരുപാട് രോഗങ്ങളുണ്ട്, കടങ്ങളുണ്ട്, വീടില്ലാത്തവരുണ്ട്, ജോലിയില്ലാത്തവരുണ്ട്, മക്കളില്ലാത്തവരുണ്ട്, ശാരീരിക മാനസികമായ പ്രയാസങ്ങൾ, ഒരാളുടെ മുമ്പിൽ തുറന്നു പറയാൻ കഴിയാത്ത പ്രയാസമുള്ളവരുണ്ട്, കുടുംബജീവിതത്തിൽ
സന്തോഷമില്ലാത്തവരുണ്ട്. എല്ലാ വിഷമങ്ങളും നീങ്ങാനുള്ള ഒരു മാർഗം എന്താണ്? റഹ്മത്തുൽ ലിൽ ആലമീൻ മുഹമ്മദുർ റസൂലുള്ളാഹ്. അല്ലാഹുവിന്റെ ഹബീബിനെ മുറുകെ പിടിക്കലാണ്. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമായി ബന്ധം സ്ഥാപിക്കലാണ്. ഞാൻ ചോദിക്കുന്നു മുഅ്മിനീങ്ങളെ, റസൂലുള്ളാഹിന്റെ പേര് കേൾക്കുമ്പോ നമ്മളെ കൽബിലൊരു കുളിരുണ്ടാകുന്നുണ്ടോ? അവിടുത്തെ മദ്ഹ് കേൾക്കുമ്പോൾ ശരീരത്തിന് രോമാഞ്ചം ഉണ്ടാകുന്നുണ്ടോ? ഇല്ല എന്നാണ് മറുപടി. എങ്കിൽ ഈമാൻ നമ്മളെ കൽബിലില്ല. അള്ളാഹുവിന്റെ ഹബീബിന്റെ പേര് കേൾക്കുമ്പോ ശരീരം എന്തൊരു ആവേശം കൊള്ളണം. അത്രമാത്രം മഹബത്ത് വെക്കേണ്ട വ്യക്തിത്വമല്ലേ? ആ സ്നേഹം നമ്മൾ ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കണമോ? നമ്മളെ കഴിഞ്ഞുപോയ സ്വാലിഹീങ്ങളും ഔലിയാക്കളുടെ ഒക്കെ ചരിത്രം കേൾക്കുമ്പോ അള്ളാഹുവിന്റെ ഹബീബില്ലാത്തൊരു നിമിഷം അവർക്ക് സങ്കല്പിക്കാൻ കഴിഞ്ഞില്ല. ബിലാൽ റളിയല്ലാഹു അൻഹു മദീന വിട്ട് ഓടിപ്പോയില്ലേ? അള്ളാഹിന്റെ ഹബീബ് വഫാത്തായപ്പോ മദീനത്തുനിന്ന് ഓടിപ്പോയി. ഷാമിൽ പോയി കൂടി. റസൂലുള്ളാഹി ഇല്ലാത്ത മദീനയിൽ എനിക്ക് താമസിക്കാൻ കഴിയില്ല. അബ്ദുല്ലാഹി ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹു അള്ളാഹിനോട് ദുആ പടച്ചോനെ, റസൂലുള്ളാഹി ഇല്ലാത്ത ദുനിയാവ് എന്റെ കണ്ണുകൊണ്ട് എനിക്ക് കാണണ്ട. കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെട്ടില്ലേ സുഹൃത്തുക്കളെ? അള്ളാഹുവിന്റെ ഹബീബിന് വേണ്ടി ജീവിച്ചു. ആ നബിതങ്ങളില്ലാത്തൊരു ദുനിയാവ് സങ്കല്പിക്കാൻ കഴിയാത്തവർ ബഹുമാനപ്പെട്ട മഹാന്മാരായ സ്വഹാബത്തിന്റെ ജീവിതത്തിൽ സൗബാൻ റളിയല്ലാഹു അൻഹു ഒരു ദിവസം റസൂലുള്ളാഹി തങ്ങളെ ഹദറത്തിൽ വന്നപ്പോ ശരീരമാകെ ചുക്കിച്ചുളിഞ്ഞ് വല്ലാത്ത അവസ്ഥയിൽ റസൂലുള്ളാഹി കണ്ടപ്പോ ചോദിച്ചു, മോനെ സൗബാനെ എന്താണ് പറ്റിയത്? സൗബാൻ പറഞ്ഞു, നബിയെ 2-3 ദിവസമായി തങ്ങളെ കാണാൻ കഴിഞ്ഞില്ല. തങ്ങളെ സമീപത്ത് നിന്ന് ഞാൻ മാറിയപ്പോൾ ഞാൻ ഓർത്തുപോയി, ആഖിറത്തിൽ പോയാൽ അല്ലാഹുവിന്റെ ഹബീബിനെ കാണാൻ കഴിയാത്ത നിലക്ക് ഞാൻ എത്തിപ്പെടുമോ? അത് ചിന്തിച്ചിട്ടാണ് ശരീരം മെലിഞ്ഞു പോയത്. സഹോദരന്മാരെ, അല്ലാഹുവിന്റെ ഹബീബിന്റെ പള്ളിയിൽ വലത്തെ ഭാഗത്ത് നിൽക്കാൻ സഹാബത്ത് തിക്കും തിരക്കും കൂടുന്നു. കാരണം എന്താണ്? നിസ്കരിച്ച് സലാം വീട്ടിയ റസൂലുള്ള വലത്തോട്ട് തിരിഞ്ഞിരിക്കും. ആ നബി തങ്ങളെ കവിളിങ്ങനെ കണ്ടിരിക്കുക. എന്തൊരു സന്തോഷമാണ്! അല്ലാഹുവിന്റെ ഹബീബ് വുളൂ ചെയ്യുന്നു. സഹാബത്ത് ആ ചുറ്റുഭാഗത്തും കൂടി നിൽക്കുന്നു. കാദൂ യഖ്തതിലൂന അലാ വളൂഇ റസൂലില്ലാഹ്. അല്ലാഹുവിൻ നബിതങ്ങളുടെ ശരീരം കഴുകിയ വെള്ളത്തിന് വേണ്ടി സഹാബത്ത് അടിയുണ്ടാക്കുന്നു. അവർ യുദ്ധത്തിന്റെ അടുത്തായി മാറുന്നു. അവർ തിക്കും തിരക്കും കൂട്ടുന്നു. കാരണം എന്താണ്? ഇതൊരു സാധാരണ മനുഷ്യനല്ല, ഇതൊരു അമൂല്യമായ മുത്താണ്. മുഹമ്മദുൻ ബശറുൻ ലാ കൽ ബശരി ജൗഹറുൻ ഹജറുൻ ലാ കൽ ഹജരി. മുഹമ്മദ് നബി മനുഷ്യനാണ്, പക്ഷേ ശരിക്കും അതൊരു സാധാരണ മനുഷ്യനല്ല. ഏതുപോലെ പ്രിയപ്പെട്ടവരെ, മാണിക്യക്കല്ലെന്ന് പറയുന്നത് കല്ലാണ്. പക്ഷേ നമ്മുടെ വീട്ടിന്റെ മുറ്റത്ത് നമ്മൾ ചവിട്ടിക്കളിക്കുന്ന, നമ്മൾ കാലുകൊണ്ട് തട്ടിക്കളിക്കുന്ന കല്ലാണോ? അല്ല, അത് വില കൂടി അമൂല്യമായ കല്ലല്ലേ. ആ നിലക്ക് മുഹമ്മദ് റസൂലുള്ളാഹി അലൈഹി വസല്ലം തങ്ങളൊരു മനുഷ്യനാണെങ്കിലും അതൊരു സാധാരണ മനുഷ്യനായി നീ കാണണ്ട. റസൂലുള്ളാഹിനെ പിടിച്ചോ. അല്ലാഹു ഖുർആനിൽ പറഞ്ഞില്ലേ, അല്ലാഹുവിന് വഴിപ്പെടുക എന്നതാണ് മുസ്ലിമിന്റെ ജീവിതത്തിന്റെ ഉത്തരവാദിത്തമെങ്കിൽ അത് സാധ്യമാകണോ? റസൂലുള്ളാഹിക്ക് വഴിപ്പെടണം. വമൻ യുതിഇർ റസൂല ഫഖദ് അതാഅ അല്ലാഹ്. റസൂലുള്ളാഹിക്ക് വഴിപ്പെട്ടാൽ അല്ലാഹുവിന് വഴിപ്പെട്ടു കഴിഞ്ഞു. അല്ലാഹുവിനെ സ്നേഹിക്കുക എന്നതല്ലേ ഒരു മനുഷ്യന്റെ ഉത്തരവാദിത്വം. അത് എങ്ങനെയാണ് സാധിക്കുക? ഖുൽ ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ ഫത്തബിഊനി യുഹ്ബിബുകുമുല്ലാഹ്. റസൂലുള്ളാഹിനെ പിൻപറ്റുക, അപ്പോഴാണ് അല്ലാഹുവിന്റെ പൊരുത്തം നിനക്ക് കിട്ടുന്നത്. നീ നിന്റെ ജീവിതത്തിൽ ചെയ്തു പോയ തെറ്റുകൾ, അല്ലാഹുവിനോടാണ് തെറ്റ് ചെയ്തത്, നിസ്കാരം ഒഴിവാക്കി പോയി, നോമ്പ് നഷ്ടപ്പെട്ടു പോയി, കള്ള് കുടിച്ചുപോയി, എന്തെങ്കിലും തമ്മാടിത്തം ചെയ്തു പോയി, തെറ്റ് ചെയ്തത് അല്ലാഹുവിനോടാണെങ്കിലും നിന്റെ ദോഷം പൊറുക്കണോ? ജാഊക റസൂലുള്ളാഹിന്റെ അടുക്കൽ വരണം. വലൗ അന്നഹും യളമൂ അൻഫുസഹും ജാഊക റസൂലുള്ളാഹിന്റെ സമീപത്തിൽ വരട്ടെ.
അള്ളാഹിനോട് ചെയ്യുന്ന തെറ്റുപോലും, അള്ളാഹുവിനോട് ചെയ്യുന്ന തെറ്റുപോലും അല്ലാഹ് പൊറുക്കണോ? റസൂലുള്ളാഹിന്റെ ഹദ്റത്തിൽ വരട്ടെ. അള്ളാഹിന്റെ ഹബീബ് ശഫാഅത്ത് ചെയ്താൽ, റെക്കമെൻഡ് ചെയ്താൽ വജദുല്ലാഹ തവ്വാബർ റഹീമാ. ഖുർആനല്ലേ പറഞ്ഞത്? ഇത് കെട്ടുകഥയാണോ? ഇത് നോവലാണോ? പത്രമാണോ? അള്ളാഹു പറയുന്നു, റസൂലുള്ളാഹിന്റെ അടുക്കൽ വന്ന് നബിതങ്ങളോട് പറഞ്ഞു, നബിതങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പൊറുക്കലിനെ തേടിയാൽ നിങ്ങൾ അള്ളാഹിനോട് ചെയ്ത തെറ്റ് അല്ലാഹ് പുറത്തു തരും. അതാണ് നമ്മൾ ചെല്ലുന്നത്. والسلام على الرسول الشفيع المبتهي والحبيب العربي. ആ നിലക്ക് നബിതങ്ങളുടെ ബഹുമാനം ഖുർആനിൽ അല്ലാഹു വിശദീകരിച്ചു. അത് പറഞ്ഞാൽ തീരൂല മുഅ്മിനീങ്ങളെ. അല്ലാഹുവിന്റെ ഹബീബിന്റെ മഹത്വവും ബഹുമാനവും സ്ഥാനവും ഖദറും ലോകത്തൊരു മനുഷ്യന്റെ നാവ് കൊണ്ട് പറഞ്ഞു തീർക്കാൻ കഴിയില്ല. ഒരു മനുഷ്യന്റെ പേന കൊണ്ട് എഴുതി തീർക്കാൻ കഴിയില്ല. സമുദ്രത്തിലെ വെള്ളം കൊണ്ട് മഷിയാക്കി, ആകാശത്തിലെ നക്ഷത്രങ്ങൾ പേനയാക്കി ഒരു മനുഷ്യന്റെ വിധങ്ങൾ മദ്ഹ് തീരുമാനിച്ചാൽ പോലും എഴുതി തീർക്കാൻ കഴിഞ്ഞില്ല. മുസ്ലിമാമ് പറഞ്ഞില്ലേ, ഞാൻ കുറെ എഴുതി, പക്ഷെ എവിടെയും എത്തിയില്ല. എന്റെ എല്ലാ ശ്രമങ്ങളും പരാജയപ്പെട്ടു പോയി. مولاي صل وسلم دائما ابدا على حبيبك خير الخلق كلهم. എനിക്കിനിയൊന്നും പറയാൻ സാധിക്കുകയില്ല. അല്ലാഹുവിന്റെ ഹബീബ് ഒരു മനുഷ്യനാണ് എന്ന് പറഞ്ഞ് പേന ചുരുട്ടി ശ്രമം അവസാനിപ്പിച്ചുവെങ്കിൽ മുഅ്മിനീങ്ങളെ രക്ഷപ്പെടാനുള്ള ഒരൊറ്റ മാർഗം അല്ലാഹുവിന്റെ ഹബീബാണ്. ആ ഹബീബിനെ ഖുർആൻ പറഞ്ഞു സിറാജും മുനീർ എന്നല്ലേ, റഹ്മത്തുൽ ലിൽ ആലമീൻ എന്നല്ലേ. ലഖദ് മന്നല്ലാഹു അലൽ മുഅ്മിനീന ഇദ് ബഅസ ഫീഹിം റസൂലൻ മിൻ അൻഫുസിഹിം യത്ലു അലൈഹിം ആയാതിഹി വയുസക്കീഹിം വയുഅല്ലിമുഹുൽ കിതാബ വൽ ഹിക്മ വഇൻ കാനൂ മിൻ ഖബ്ലി ലഫീ ളലാലിൻ മുബീൻ. ആ നിയോഗം അത് വലിയ അനുഗ്രഹമാണ്, അത് ഗുണങ്ങളാണെന്നാണല്ലോ ഖുർആൻ പറഞ്ഞത്. അതുകൊണ്ട് നമ്മൾ സന്തോഷിക്കുകയും ആ നബിതങ്ങളെ കൂടുതൽ പഠിക്കുകയും മഹബത്ത് ഉണ്ടാവാനുള്ള മാർഗങ്ങൾ നമ്മൾ ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യണം. റസൂലുള്ളാഹിനെ ആര് മഹബത്ത് വെച്ചോ അവർ അല്ലാഹു മഹബത്ത് വെക്കും. അല്ലാഹ് മഹബത്ത് വെച്ചാൽ അല്ലാഹ് വാനലോകത്തുള്ള മലായികത്തിനോട് പറയും, ഭൂമിയിലെ ഇന്നാലിന്ന് വ്യക്തിയെ ഞാൻ സ്നേഹിച്ചിട്ടുണ്ട്. അതാ മലായികത്ത് പറയും, ഞങ്ങളും സ്നേഹിക്കുന്നു. മലായികത്ത് സ്നേഹിച്ചാൽ ലോകത്തുള്ള സർവ്വചരാചരങ്ങളും സ്നേഹിക്കും. അങ്ങനെ സ്നേഹിച്ചു കഴിഞ്ഞാൽ അല്ലാഹു അവന്റെ നാമം ലോകത്തുയർത്തും. അതാണല്ലോ സഹോദരന്മാരെ ബഹുമാനപ്പെട്ട ആശിഖുർ റസൂൽ സുണ്ടൂർ ഉസ്താദ് സമീപ കാലഘട്ടത്തിൽ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ പണ്ഡിതന്മാരിൽ നിന്ന് വിട പറഞ്ഞു പോയ എത്രയെത്ര പണ്ഡിതന്മാരുണ്ട്. അവരെ കൂട്ടത്തിൽ കൊണ്ടൂർ ഉസ്താദിനെ പോലെ മരണാനന്തര ജീവിതത്തിൽ ഇത്രമാത്രം അംഗീകാരം കിട്ടിയ ആയിരക്കണക്കായ ആളുകൾ ഇടതടവില്ലാതെ സിയാറത്ത് ചെയ്യപ്പെടുന്ന വലിയ തീർത്ഥാടന കേന്ദ്രമായി കൊണ്ടൂര് മാറിയില്ലേ? എന്താണ് കാരണം? തന്റെ ചുണ്ടുകളിൽ തന്റെ ജീവിതത്തിന്റെ എല്ലാ നിമിഷങ്ങളിലും അല്ലാഹുവിന്റെ ഹബീബ് ഹബീബ് ഹബീബാ. ബഹുമാനപ്പെട്ട ഉസ്താദിന്റെ ജീവിതത്തിൽ മുത്തുനബിയാണ്. മുത്തുനബിയെ പ്രമേയമാക്കാത്ത കവിതകളില്ല, മുത്തുനബിയെ പറയാത്ത നിമിഷങ്ങളില്ല. അല്ലാഹുവിന്റെ ഹബീബിന്റെ ഹദ്റത്തിൽ പോയി കവിത എഴുതുകയും അത് പാടുകയും അത് ആലപിക്കുകയും ആസ്വദിക്കുകയും ചെയ്ത ആ ബഹുമാനപ്പെട്ട കൊണ്ടൂർ ഉസ്താദിന് അല്ലാഹു നൽകിയ അംഗീകാരമാണ്. ആയിരങ്ങളല്ലേ അവിടെ സിയാറത്തിന് വരുന്നത്. ഇന്ത്യ രാജ്യത്ത് ബഹുമാനപ്പെട്ട ശൈഖുന ഖമറുൽ ഉലമ കാന്തപുരം ഉസ്താദ് അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ്സ് കൊടുക്കുമാറാകട്ടെ. മഹാനവറുകൾക്ക് അല്ലാഹു നൽകിയ അംഗീകാരം എന്താണ്? അത് ഇഷ്കിന്റെ അംഗീകാരമാണ്. അത് ലോകത്തൊരു ശക്തിയും ആ അംഗീകാരമില്ലായ്മ ചെയ്യാൻ ശ്രമിച്ചിട്ടും സഹോദരന്മാരെ നിങ്ങൾ ആലോചിച്ചു നോക്കൂ. ലോകത്തതാ ഏറ്റവും വലിയ ഉദയസൂര്യനായി, ലോകത്ത് ജലിച്ചു നിൽക്കുന്ന പ്രകാശതാരമായി അല്ലാഹു ഉയർത്തിക്കളഞ്ഞത് താഴ്ത്താൻ നമ്മളെ കൊണ്ട് കഴിയില്ലല്ലോ. അത് മഹത്വ
കിട്ടിയതാണ്, നബി തങ്ങളെ കൊണ്ട് കിട്ടിയതാണ്. അല്ലാഹു നമുക്കെല്ലാവർക്കും ആ ബർക്കത്ത് തരുമാറാവട്ടെ. നമ്മളെല്ലാവരെയും അല്ലാഹു റസൂലുള്ളാഹിനെ സ്നേഹിക്കുന്ന, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആദരിക്കുന്ന, ബഹുമാനിക്കുന്നവരിൽ പെടുത്തി തരുമാറാവട്ടെ. റസൂലുള്ളാഹിന്റെ ശഫാഅത്ത് നമുക്ക് അല്ലാഹു നൽകുമാറാവട്ടെ. എല്ലാവരോടും ഓർമ്മപ്പെടുത്താനുള്ളത്, ഇൻഷാ അല്ലാഹ് ഇന്നും നാളെയാണ് ഇവിടുത്തെ പരിപാടി അല്ലേ?